ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ മാസമായ റമദാനിൽ ജമാഅത്തായുള്ള നമസ്കാരത്തിൻ്റെ ശേഷം അവൻ്റെ ഭവനത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും കുറിച്ച് പറയാനും കേൾക്കാനുമായി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് പരലോകത്ത് ധാരാളം പ്രതിഫലം ലഭിക്കുന്നതും ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതുമായ നല്ല കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ലോകം വലിയ ആശങ്കകളിലൂടെ കടന്നുപോകുന്ന സന്ദർഭമാണ്. ഗൾഫിൽ നിന്ന് വരുന്ന വാർത്തകളുടെ പേരിൽ ഏറ്റവും കൂടുതൽ വേവും ചൂടും അനുഭവിക്കുന്ന ജനത ഒരുപക്ഷെ കേരളക്കാരായിരിക്കും. യുദ്ധമെന്നോ ആക്രമണമെന്നോ ഒക്കെ പറയാവുന്ന കാര്യങ്ങൾ അതിലാരെങ്കിലുമൊക്കെ ജയിക്കുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്യും. ആദ്യത്തെ സംഭവമല്ല യുദ്ധമൊന്നും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളും നമ്മുടെ ഉടപ്പറപ്പുകളും പേരക്കുട്ടികളും മരുമക്കളും ഇങ്ങനെ പലരും വലിയ ഭീതിയിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. പുറത്തിറങ്ങാൻ കഴിയാതെ ചിലർ, പള്ളിയിൽ പോലും പോകാൻ കഴിയാതെ വേറെ ചിലർ, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ചിലർ, തിരിച്ചു പോകാൻ കഴിയാതെ, നാട്ടിലുള്ള ചിലർ ലീവ് തീർന്ന് തിരിച്ചു പോകാൻ കഴിയാതെ, ചിലർ നാട്ടിലേക്ക് പോരാൻ കഴിയാതെ, ഇങ്ങനെയൊക്കെ ഈ അവസ്ഥ നീണ്ടുപോയാൽ വലിയ ആശങ്കകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൊത്തം സമൂഹത്തിന് തന്നെ വിലക്കയറ്റവും റേഷനിങ്ങും ഒക്കെയായിട്ട് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എവിടെയോ നടക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ പ്രശ്നമായി മാറുകയാണ്. ഒരിടത്തല്ല. ബഹ്റൈനിലുള്ള സംഭവം ബഹ്റൈനികൾക്ക് അവിടുത്തെ സംഭവമാണ്. പക്ഷേ നമുക്ക് അത് നമ്മുടെ സംഭവമാണ്. എല്ലാ രാജ്യങ്ങളിലെയും പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമാണ്. അങ്ങനെ ഒരു ജനത കേരളം പോലെ വേറെ അപൂർവമേ ഉണ്ടാക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളും പ്രശ്നങ്ങളും ഞാൻ അതിലേക്കിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ റമദാൻ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ പറയുന്ന ചില കാര്യങ്ങൾ, ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ജീവിത കാഴ്ചപ്പാട്, അത് നമുക്ക് വളരെ വേഗം മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ മനസ്സിലെ ആദിയും വ്യാധിയുമൊക്കെ തുടക്കത്തിലെ സൂചിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും അർത്ഥവും ആശയവുമൊക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. ഖുർആനിനോട് നമുക്ക് ഒരു വെറുപ്പുമില്ല, മാനസികമായി ഒരു അകൽച്ചയുമില്ല. അതിന് നമ്മൾ കൊടുക്കുന്ന പരിഗണന വളരെ മുന്തിയതാണ്. പക്ഷേ അത് മിക്കപ്പോഴും ഓത്തിലൊതുങ്ങും. നമ്മുടെ സമുദായം
ഓതുക മാത്രമല്ല, ചിലപ്പോൾ ഊതുകയും കലക്കി കുടിക്കുകയും ഒക്കെ ചെയ്യും. വലിയ ആദരവാണ് പരിശുദ്ധ ഖുർആനിനോട് നാം കാണിക്കുക. മുസാഫിൻ്റെ മുകളിൽ ഒരു കണ്ണട നമ്മൾ വെക്കുകയില്ല. ബഹുമാനം വേണം, വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ എന്താണ് ഇത് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനം ആളുകളും താല്പര്യമെടുക്കാറില്ല. ഇനി പഠിക്കുന്നവർ തന്നെ അതൊരാശയ പഠനത്തിൽ പരിമിതമാണ്. നല്ലൊരു ശതമാനം ആളുകൾ ജീവിതത്തെ എത്രത്തോളം അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങിയിരുന്ന കാലത്ത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. മക്കന മാറിൻ്റെ മേലെ താഴ്ത്തിയിടണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന ആയത്തിറങ്ങി. സഹാബി വനിതകൾ ചെയ്തത് വീട്ടിൽ പോയി ഇനി മക്കന വാങ്ങുമ്പോൾ കുറച്ച് ഇറക്കമുള്ളത് വാങ്ങണം എന്ന് തീരുമാനിക്കുകയല്ല. വീട്ടിൽ പോയി വേറെ പല തുണികളും കീറി മക്കന മാറിൻ്റെ മേലെ കിടക്കുന്ന ഇടക്കമുള്ളതാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓർഡർ വന്നത് അപ്പടി അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി പരക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ അവശനും വിവശനുമായി പോയി. അതേ സംബന്ധിച്ചാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റുസുൽ അഫഇം മാത ഔ ഖുതില ഖലബ്തും അലാ അഖബിക്കും ഫതൻഖലിബു ഖാസിരീൻ. മുഹമ്മദ് ഒരു റസൂല് മാത്രമാണ്. ധാരാളം റസൂലുമാർ അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയോ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരാജിതരായി കലാശിക്കും എന്നും പറയുന്നുണ്ട്. ഇത് അവരെ അതിവേഗം ഉണർത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി കേട്ട് ചെന്നു. യുദ്ധം വിജയിച്ച യുദ്ധമായി മാറുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഇതേ സ്ഥിതിവിശേഷമുണ്ടായി. ഇസ്ലാമിൻ്റെ എക്കാലത്തെയും വലിയ താരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും സമനില തെറ്റി. പക്ഷേ അതേ ആയത്ത് അന്ന് വിവശനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ഓതി കേൾപ്പിക്കുന്നതോടുകൂടി സമൂഹം സമാധാനം സിദ്ധിച്ച ബാലൻസുള്ള സമൂഹമായിട്ട് മാറി. അവർ കാര്യഗൗരവത്തിലായി. ഒരായത്ത് മതിയായി ആളുകളുടെ മനസ്ഥിതി അങ്ങ് മാറാൻ. ഇങ്ങനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വ്യക്തിക്കും സമൂഹത്തിനും തിരിച്ചറിവും തൻ്റെ ഇടവും നൽകേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, മനസ്സമാധാനം അത് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടുണ്ടാകുന്നതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉത്ബോധനത്തെ അള്ളാഹു ഇറക്കിയതാണ്, അവനത് നിലനിർത്തും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുകയാണ് മനുഷ്യർക്ക് മനസ്സമാധാനം ഉണ്ടാവാൻ പരിശുദ്ധ ഖുർആനാണ് എന്ന്. ഖുർആൻ ഓതി മനസ്സമാധാനം ഊതിക്കൊടുത്താലൊക്കെ ഉണ്ടാക്കലേ നമുക്കറിയാൻ പറ്റും. അല്ലാഹു തആല ഈ വിഷയത്തിൽ ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എന്താണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് എന്ന് കേട്ടാലെങ്കിലും മനസ്സിലാകുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ പിടികൂടിയിരുന്ന നിഫാഖ് ഉണ്ടായത് പറ്റാത്ത കാര്യങ്ങൾ, പ്രയാസമുള്ള കാര്യങ്ങൾ കൽപ്പിക്കുമ്പോഴാണ്. നിസ്കരിക്കാനും നോൻപ് നോൽക്കാനൊക്കെ പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്വത്ത് വീതിക്കണ ആയത്തിറങ്ങിയപ്പോഴാണ് ഇതിപ്പോൾ അള്ളാഹു ഇറക്കിയത് തന്നെയാണോ? കാരണം എൻ്റെ വാപ്പ മരിച്ച ആ സ്വത്ത് മുഴുവൻ എനിക്ക് എന്നും വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മാത്രമല്ല പെങ്ങന്മാർക്കും കൊടുക്കണം,
എന്ന് ആയത്ത് വരണത്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. നേർ വിപരീതം വിചാരിച്ചിരിക്കുന്ന ആളുകൾ ആരെയോ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും, ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ ഖാലാത്തുക്കും എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ കല്യാണം കഴിക്കാൻ പാടുണ്ട് പാടില്ല എന്ന ആയത്ത് കണ്ട് വരുന്നത് ലിസ്റ്റാണ്. അപ്പം നോക്കുമ്പോൾ കെട്ടാൻ ആലോചിക്കണ പെണ്ണിൻ്റെ കാറ്റഗറി ആ ലിസ്റ്റിൽ. പിന്നെ മനുഷ്യന് പിരാന്ത് പിടിക്കാതിരിക്കുമോ? അപ്പം ചോദിക്കണ ചോദ്യമാണ്, അല്ല അത് ശരിക്കും അല്ലാഹ് ഇറക്കിയത് തന്നെയാണോ? യുദ്ധത്തിന് പുറപ്പെടാൻ പറയുകയാണ്. അപ്പുണ്ടാകുന്ന പ്രശ്നമാണ്. യുദ്ധത്തിൽ സ്വന്തം ഉടപ്പറപ്പിനെ എതിരാളികളുടെ കൂട്ടത്തിൽ കണ്ടാൽ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, കണ്ടടുത്ത് വെച്ച് കൊന്നോളണം. അങ്ങനെയാണല്ലോ പിൽക്കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷം വാപ്പാനോട് പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹുവിനോട്, ബദറിൽ വെച്ച് ഞാൻ ഉപ്പാനെ കണ്ടിരുന്നു, ഉപ്പയായതുകൊണ്ട് ഞാനൊന്നും ചെയ്യാതിരുന്നതാണെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മറുപടി, ഞാൻ എന്നെ കാണാതിരുന്നത് കൊണ്ടാണ്, കണ്ടാൽ എന്തായാലും കൊല്ലുമായിരുന്നു എന്ന്. ഇങ്ങനെ നിങ്ങൾക്കെന്താണ് മുനാഫിക്കുകളുടെ കാര്യത്തിൽ രണ്ട് കക്ഷി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൂറത്തുൻ നിസായിൽ തന്നെ. അങ്ങനെയൊക്കെ മേത്തക്ക് പിടിക്കണ കൽപ്പനകൾ ഒരുപാട് പേരുണ്ട്. നമുക്കിപ്പോൾ അതൊക്കെ ഖുർആൻ പഠനത്തിൻ്റെ ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനന്തരാവകാശ നിയമം, ആരൊക്കെ കല്യാണം കഴിക്കാൻ പാടുണ്ട് പാടില്ല എന്ന് പറഞ്ഞ നിയമമൊക്കെ നമ്മൾ ഖുർആനിലെ ആയത്ത് പഠിച്ചില്ലെങ്കിലും ജീവിതത്തിൽ അപ്ലൈഡാണ്. അത് പ്രകാരം തന്നെ നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളൂ, കെട്ടുന്നുള്ളൂ. സ്വത്ത് വീതിക്കലും പഠിച്ചവനെ പേടിയുള്ളവരൊക്കെ അള്ള പറഞ്ഞതുപോലെ തന്നെയാണ് അനന്തരാവകാശം വീതിക്കൽ. അതിന് വിരുദ്ധമായി വീതിച്ചാൽ, അതിന് വിരുദ്ധമായി കൊടുക്കേണ്ട അവകാശം തടഞ്ഞാൽ കോടതി പോകാനും വകുപ്പുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അവകാശികൾക്ക് കൊടുക്കാതെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഒരാളുടെ അനന്തര സ്വത്ത് വീതിച്ചിട്ട് ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല നമുക്ക്. പക്ഷേ അവർക്കതായിരുന്നില്ല. അവർക്ക് അവരുടെ നിത്യജീവിതത്തിലെ അവരുടെ പല അവസ്ഥകളെയും ബാധിക്കുന്ന ആയത്തിങ്ങോട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ആളുകൾക്ക് ചിലർക്ക് തോന്നുക, ഇത് ശരിക്കും അല്ലാഹ് ഇറക്കിയത് തന്നെയാണോ? ഇത് അള്ളാഹു ഇറക്കിയത് നിയമം എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ഏൽക്കൂലേ എന്ന്. അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് മേത്തക്ക് പിടിക്കുന്ന കാര്യങ്ങൾ വന്നാൽ ആളുകൾക്ക് സംശയം തോന്നും. അല്ല, പ്രശ്നമില്ലാത്ത കാര്യമൊക്കെ വന്നാൽ വേഗം അനുസരിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ നാട്ടിലും കാണാമല്ലോ. നമസ്കരിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ ചോദ്യങ്ങളായിരിക്കും. എല്ലാ കൊല്ലവും കൊടുക്കണോ? ബാങ്കിൽ കിടക്കണ ഡെപ്പോസിറ്റിന് കഴിഞ്ഞ കൊല്ലം സക്കാത്ത് കൊടുത്തിക്കണം, ഇനി ഇക്കൊല്ലം കൊടുക്കണമെന്നാണ് ഇപ്പം ഞാൻ കണ്ട് വരുന്ന വൈക്ക് ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ച ചോദ്യം. കായുള്ളിടത്തോളം കാലം സക്കാത്ത് കൊടുക്കേണ്ടി വരും. എങ്ങനെ? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അത് കൊടുക്കണ്ടെന്നൊന്ന് പറഞ്ഞു കിട്ടിയ കഴിച്ചിലായല്ലോ. ഇങ്ങനെ ചോദ്യങ്ങളാണ്. എന്ന പോലെ അന്നും ചോദ്യങ്ങൾ മാത്രമല്ല, അതിന് അല്ലാഹു തആല പറഞ്ഞൊരു മറുപടി ഉണ്ട് സൂറത്തുൻ നിസായിൽ. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ ഖുർആൻ ആഴത്തിലിറങ്ങി പഠിച്ചു നോക്കുന്നില്ലേ? ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അല്ലായിരുന്നുവെങ്കിൽ ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടേനെ. ഇത് ഖുർആനിൻ്റെ എതിരാളികളോട് പറഞ്ഞതല്ല, ഖുർആൻ പഠിക്കുന്നതിൻ്റെ പുണ്യം പറയാനും പറഞ്ഞതല്ല. ഒരുപാട് ആളുകൾക്ക് ഇതിപ്പോൾ അള്ളാഹു ഇറക്കിയത് തന്നെയാണോ എന്ന് സംശയം തോന്നിയിട്ട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, നിങ്ങളുടെ സോക്കട് യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് മനസ്സിലാവായിട്ടല്ല, അള്ളാഹിൻ്റെ നിയമം മനസ്സിലാവായിട്ടല്ല, ഇത് അള്ളാഹ് ഇറക്കിയത് തന്നെയാണോ എന്നുള്ള സംശയങ്ങളുടെ ഉള്ളിൽ ഇഞ്ഞും കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട പണി അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ആദ്യം ഖുർആൻ ഒന്ന് അയച്ചാൻ കൊയിച്ചം നമ്മൾ പറയില്ലേ, ഒന്ന് പഠിച്ചു നോക്ക്, ഇത് അള്ളാഹ് ഇറക്കിയത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിക്കോ. അപ്പം മാറും നിങ്ങളുടെ സോക്കട്. ഇത് അള്ളാഹ് പറഞ്ഞത് തന്നെയാണെന്ന് ബോധ്യം വരുമ്പോൾ. ഇങ്ങനെയാണ് അല്ലേ? പരിശുദ്ധ ഖുർആനോട് സ്നേഹമുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഖുർആൻ അള്ളാഹു ഇറക്കിയത് തന്നെയാണ് എന്ന് സ്വയം ബോധ്യമുള്ള എത്ര ആളുണ്ടാകും? ഒരു വികൃതി ചെക്കനുണ്ട് യൂട്യൂബിൽ, കുസൃതി പറഞ്ഞുകൊണ്ടൊക്കെയുള്ള വീഡിയോ ഒക്കെ ഇട്ടുണ്ട്. എന്താ തൊപ്പിന്നോ എന്തോറ്റാണോ എൻ്റെ പേര്. കുസൃതി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാനത് കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. അത് വലിയ ചർച്ച ചെയ്യുന്ന സമയത്ത് കുറേ ഇരുന്ന് കണ്ടിട്ടുണ്ട്. രസമാണ് ഇങ്ങനെ യാത്രയിലൊക്കെ അവൻ്റെ ചോദ്യങ്ങളും എൻ്റെ മറുപടികളും ഒക്കെ. അതാണല്ലോ ചെറിയ കുട്ടികളോട് സംസാരിക്കാനും വേണം അതൊക്കെ ഒന്ന് കണ്ടുവെക്കുക നമ്മൾ. അവനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പെണ്ണ് ചോദിക്കുകയാണ്, ദൈവവിശ്വാസം ഉണ്ടോയെന്ന്. മറുപടി ഇല്ലയെന്ന് പറഞ്ഞാൽ ഉമ്മ തല്ലുന്നാണ്. ദൈവവിശ്വാസം ഉണ്ട് എന്നല്ല. എന്നതുപോലെ ഖുർആൻ അള്ളാഹ് ഇറക്കിയതല്ല എന്നിട്ട് പറഞ്ഞു വിട്ടാൽ
അത് പ്രശ്നമാകും. ഇവിടെ ഉമ്മ തല്ലും ബാപ്പ തല്ലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഖുർആൻ അള്ളാഹ് ഇറക്കിയതാണ്. അല്ലാതെ ഖുർആൻ അള്ളാഹു ഇറക്കിയതാണെന്ന് സ്വയം ബോധ്യം വന്ന എത്ര ആളുകൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകും? ഇത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അള്ളാഹു താല പറഞ്ഞത് ഖുർആൻ ആഴത്തിൽ പഠിച്ചാൽ വേറെ തെളിവൊന്നും വേണ്ട, ഇത് അള്ളാഹു ഇറക്കിയതാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്. അത് പഠിച്ചു നോക്കണം. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, മുസ്ലിം ലോകത്ത് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ അത് ഖുർആനിലൂടെ കാണാൻ, ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വായിക്കാനും നോക്കിക്കാണാനും വിലയിരുത്താനും കഴിഞ്ഞാൽ പരിഹാരവും വേറെ വേഗം ഉണ്ടാക്കി തരാൻ കഴിയും, വേഗം കണ്ടെത്താൻ കഴിയും മുസ്ലിം ഉമ്മത്തിന്. അതില്ല. ഖുർആൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 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 നല്ല ചട്ടയിട്ട നല്ല ബുക്കാണ്. നല്ല ഏറ്റവും മനോഹരമായി ചട്ടയിട്ട, ഏറ്റവും മനോഹരമായി പ്രിൻ്റ് ചെയ്ത, ആദരവോടുകൂടി കൊണ്ടു നടക്കുന്ന, ബർക്കത്തിന് വേണ്ടി പുണ്യം കിട്ടാൻ വേണ്ടി സൗജന്യമായി അടിച്ച് വിതരണം ചെയ്യുന്ന ഒരു അറബി ഞങ്ങളവിടെ ഉള്ള ഒരു ചെറിയ പള്ളിയിലേക്ക്, ഒരു 100 ആൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലാത്ത പള്ളിയിലേക്ക് 400 മുസാഫാണ് കണ്ട് കൊടുത്തയച്ചിരിക്കുന്നത്. അതും ആ പള്ളിക്ക് തന്നെ വെക്കണമെന്ന് മൂപ്പര് നിയ്യത്തും ആക്കിയിരിക്കുന്നത്. കുടുങ്ങിയില്ല, അത് വെക്കാനും സ്ഥലമില്ല. എന്ത് കാട്ടും? 100 ആൾക്ക് നിസ്കരിക്കാൻ സൗകര്യം. ഞങ്ങളെ പള്ളിയിൽക്കുന്ന കുറച്ച് തന്നാളിന്ന് അങ്ങനെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അറബി പറഞ്ഞിരിക്കണത്ര അപ്പള്ളിയിൽ തന്നെ വെക്കണം. ഇങ്ങനെ പുണ്യത്തിനാണ് ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു മുസാഫാണ്. എയർപോർട്ടിൽ നിന്നൊരിക്കൽ എനിക്കൊരു അബദ്ധം പറ്റി. അതെന്താണെന്ന് വെച്ചാൽ, വിമാനം കയറാൻ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ, എല്ലാ ബോർഡിംഗ് പാസും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ട് വരുമ്പോൾ അപ്പണ്ട് ഒരു കവറിൽ ഒരു 10-40 മുസാഫ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഊഹം. വലിയൊരു കെട്ട് മുസാഫ് ഇങ്ങനെ ആരും ഇല്ലാതിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഗ്രൂപ്പിലുള്ളവരോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വിമാനത്തിലുള്ളവരോ ആയ ആളുകൾ ആരെങ്കിലും മറന്നു വെച്ചതായിരിക്കും എന്നാണ് കരുതിയത്. എന്നിട്ട് ഞാനത് എടുത്തുകൊണ്ട് ആരുതാണിത് കെട്ട് ഇവിടെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നടന്നു. അവസാനം വിമാനം കയറിയത്. അപ്പോൾ പിന്നെ ആരുമില്ലല്ലോ ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നും ചെയ്തു. വിമാനത്തിൽ കയറിയിട്ടും ചിലരോടൊക്കെ ചോദിച്ചു ആരുടെങ്കിലും ഒരു മുസാഫ് കെട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇത് പണ്ട് ഔലിയാനെ കടലിൽ കിട്ടൊരു കഥ നിങ്ങളെ പന്നയിലുണ്ടാകുന്നവരൊക്കെ അല്ലേ ഇത് അല്ലേ? തോണിയുടെ പക്കത്ത് ഔലിയാനെ ഇരുത്തിയിട്ട് മീൻ പിടിക്കാൻ പോയി. എന്നിട്ട് മീനങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. കിട്ടി തോണി നിറഞ്ഞു. ഞാകെ ഔലിയ ഇരിക്കണ സ്ഥലം മാത്രമേ മീനിടാൻ ബാക്കിയുള്ളൂ. ഔലിയാനെടുത്ത് കടലിൽ ഇട്ടിട്ട് അവിടെയും കൂടി മീനിട്ട്. കാരണം ഔലിയ കറാമത്തോണ്ട് നീന്തി കയറിക്കൊള്ളും, മീൻ നമുക്കല്ലേ എന്ന പോലെ. ഇവർ 7 കിലോ ഒക്കെ അല്ലേ വിമാനത്തിൽ കയ്യിലാണെങ്കിലും കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 7 കിലോ തേക്കാൻ വേണ്ടി വെയിറ്റ് കുറക്കണം. അതിനെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ എല്ലാവരും മുസാഫ് എടുത്തിട്ട് അവിടെ ഇട്ടച്ച് വന്നിരിക്കുകയാണ്. കാരണം മുസാഫ് നമുക്ക് അത്ര വലിയ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. ആവശ്യമില്ലായിട്ട് തന്നെയാണ്. കാരണം ഉംറക്ക് പോകണവരോ ഹജ്ജിന് പോകണവരോ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ സ്ഥലമില്ല എന്നുള്ളത് തന്നെയാണല്ലോ വീടുകളിലൊക്കെ, മിക്ക വീടുകളിലും ഇപ്പോൾ പ്രശ്നം. എന്നാലും വലിയ ആദരവും സ്നേഹവുമാണ്. പക്ഷേ ഇതിലെന്താ ഉള്ളത്? ഇതെന്താണ് നമ്മളോട് പറയുന്നത്? പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് മുസ്ലിം ലോകം, മുസ്ലിം ഉമ്മത്ത് അകന്നുപോയതിൻ്റെ ഗതികേടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനെ, കൽപ്പനാധികാരമുള്ളവരെ അഥവാ നേതൃത്വത്തിനെ അനുസരിക്കണം. നിങ്ങൾ തമ്മിൽ, നേതൃത്വവും നിങ്ങളും തമ്മിൽ വല്ല തർക്കം ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. എന്താ ഈ പറയണത്? അള്ളാഹുവിനെ അനുസരിക്കണം. നമുക്ക് അള്ളാഹിനെ അനുസരിക്കണം എന്ന് തീരുമാനിച്ചാൽ അന്നും ഇന്നും ഖുർആനെ അനുസരിക്കണം എന്നാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. അല്ലാതെ അള്ളാഹു താല നേരിട്ട് വന്നിട്ട് കൽപ്പിക്കണില്ല. അള്ളാഹിൻ്റെ കൽപ്പനകൾ നമ്മളിലേക്ക് വരുന്നത് അള്ളാഹുവിലൂടെയും റസൂലിലൂടെയുമാണ്. അതുകൊണ്ട് ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറ്റും. അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹിൻ്റെ നിയമം അനുസരിക്കണം. മനസ്സിലായി? റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് പിൻപറ്റണം എന്നാണ് ഇപ്പോഴർത്ഥം. അന്ന് ജീവനുള്ള റസൂലാണ്, ഇപ്പോൾ റസൂലിൻ്റെ സന്ദേശമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമുദായത്തിൽ ഒരുപാട് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിക്കുക, സുന്നത്തായ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുക എന്നാണ്. അങ്ങനെയൊന്നുമില്ല. സുന്നത്ത് നിസ്കാരം റസൂലുള്ളാഹിൻ്റെ കൽപ്പനയാണെങ്കിലും ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ്. 4 വാക്കുണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട്. 4ന് 4 വിവക്ഷയാണ്. അത് നമ്മളൊന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പറയണത് നല്ലതാണ്. ഒന്ന് സുന്നത്തുല്ലാഹി വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല.
അള്ളാൻ്റെ സുന്നത്ത്. അള്ളാൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാൻ്റെ പതിവ്, അള്ളാഹുവിൻ്റെ പതിവ്. ഒരു ജനത എത്ര ദുൽമ ചെയ്താലും അള്ള വെച്ചൊരു ലിമിറ്റ് ഉണ്ട്, അതുവരെ പിടികൂടൂല. ഒരു ജനത ആ ലിമിറ്റ് കടന്നാൽ ആരാണെങ്കിലും ശരി വെറുതെ വിടൂല്ല. ഇതൊക്കെ അള്ളാൻ്റെ പതിവിൽപ്പെട്ടതാണ്. അതാണ് അള്ളാൻ്റെ സുന്നത്ത്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ഹദീസ് കാണാം. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, അതുപോലെ മൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ എന്നൊക്കെ പറഞ്ഞു. ചീത്ത ചര്യ ഉണ്ടാക്കുക, നല്ല ചര്യ ഉണ്ടാക്കുക. നല്ല സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയാൽ അത് ചെയ്യുന്ന അതിൻ്റെ കൂലിയും, അതാരൊക്കെ ചെയ്യുന്നു അതിൻ്റെ കൂലിയും അവനുണ്ടാകും. ചീത്ത സമ്പ്രദായങ്ങൾ അഥവാ ബിദ്അത്തുകൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ ശിക്ഷയും, അതാരൊക്കെ ആവർത്തിക്കുന്നുവോ അതിൻ്റെയൊക്കെ ശിക്ഷയും അവനുണ്ടാകും. ഇതിനും സുന്നത്ത് എന്നാണ് പേര്. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്. അതെന്താ? ഹുക്കുമുകളുടെ കൂട്ടത്തിലൊരു സുന്നത്തുണ്ട്. ഫർള്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, ഹലാൽ. അതിലൊരു സുന്നത്തുണ്ട്. ആ സുന്നത്തിൻ്റെ അർത്ഥം എന്താ? ഫർളിൻ്റെ അർത്ഥം ചെയ്താൽ കൂലി കിട്ടുന്നതും ചെയ്യൽ നിർബന്ധമായതും ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുന്നതും. ഉദാഹരണം ഫർള് നിസ്കാരം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നുമില്ല. ഉദാഹരണം സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ ആരെയും അല്ലാഹു ശിക്ഷിക്കൊന്നുമില്ല, പക്ഷേ നിസ്കരിച്ചാൽ പ്രതിഫലം കൊടുക്കും. പിന്നെ ഹറാമുണ്ട്, ചെയ്താൽ ശിക്ഷിക്കും, ചെയ്യാതിരുന്നാൽ പ്രതിഫലം കിട്ടും. കള്ളുകുടി, വ്യഭിചാരം ഒക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ കറാഹത്തുണ്ട്, ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ചെയ്താൽ ശിക്ഷിക്കൊന്നുമില്ല. ചെയ്യാതിരുന്നാൽ പ്രതിഫലം കിട്ടും. പള്ളിയിലേക്ക് വലത് കാല് വെച്ച് കയറൽ സുന്നത്തും, ഇടതുകാല് വെച്ച് കയറൽ കറാഹത്തും. വേഗം മനസ്സിലാകുന്ന ഉദാഹരണമാണ്. ബാത്റൂമിലേക്ക് വലതുകാല് വെച്ച് കയറൽ കറാഹത്തും, ഇടതുകാല് വെച്ച് കയറൽ സുന്നത്തുമാണ്. ഇങ്ങനെ ഒരുപാടുണ്ട് കറാഹത്തുകളുടെ ലിസ്റ്റ്. പിന്നെ ഹലാൽ, ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രത്യേകം പുണ്യമില്ല, പ്രത്യേകം പ്രതിഫലമില്ല. സാധാരണ ദിവസങ്ങളിലുള്ള സാധാരണ ഭക്ഷണം കഴിക്കൽ, പട്ടിണിയിരുന്ന് മരിക്കലിലെ ആൾക്ക് ഭക്ഷണം കഴിക്കൽ നിർബന്ധമാവും. നിരാഹാരം കിടന്നിട്ട് മരിക്കാനൊന്നും അള്ളാഹു അനുവദിക്കില്ല. അതേ സമയത്ത് സാധാരണ ഭക്ഷണം കഴിക്കൽ, രാവിലെ നാശ്ത കഴിച്ചതിൻ്റെ കൂലി, ഉച്ചക്ക് ഊണ് കഴിക്കാതിരുന്നതിൻ്റെ ശിക്ഷ, അങ്ങനെയൊന്നുമില്ല. ഹലാൽ ഇതാണ്. ഈ കൂട്ടത്തിലുള്ള ഒന്നാണ് സുന്നത്ത്, ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. ഇത് ഖുർആനിലുണ്ടാകും സുന്നത്ത്, ഇത് ഹദീസിലും ഉണ്ടാകും സുന്നത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അഥവാ ഹദീസിൽ ഈ അഞ്ചും ഉണ്ടാവും. സുന്നത്ത് കൊണ്ട് ഫർളാകുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണം ഫിത്ർ സക്കാത്ത്, ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല, ഹദീസിലുണ്ട്. സുന്നത്ത് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണം പുരുഷൻ പട്ടും സ്വർണ്ണവും ധരിക്കൽ. പിന്നെ സുന്നത്ത് കൊണ്ട് സുന്നത്താകുന്ന കാര്യങ്ങളുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പും മിക്കതും അങ്ങനെ തന്നെയാണ്. പിന്നെ സുന്നത്ത് കൊണ്ട് കറാഹത്താകുന്ന കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ അദബ് മര്യാദകളൊക്കെ സുന്നത്തിലൂടെ കിട്ടുന്നതാണ്. പിന്നെ സുന്നത്ത് കൊണ്ട് ഹലാലാകുന്ന കാര്യങ്ങളുണ്ട്. രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് കടത്തണം, അല്ലേ? ഹലാലാണ്. കടത്താൻ പറഞ്ഞത് നിർദ്ദേശമാണ്. വേണമെങ്കിൽ കടത്താൻ നല്ലത്, തീ പിടിക്കാതെ നോക്കാൻ. എല്ലാ LED ലാമ്പൊക്കെ ആണെങ്കിൽ ആ വിഷയമൊന്നുമല്ല. അല്ലാതെ രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് കടത്തൽ എന്ന് പറഞ്ഞിട്ടൊരു സുന്നത്തൊന്നുമില്ല, നിർദ്ദേശമാണ്. ഇതഞ്ചും, ഈ 5 ഐറ്റങ്ങളും സുന്നത്തിൽ നിന്ന് കിട്ടും. 5 ഐറ്റങ്ങളും ഖുർആനിൽ വരും. കാരണം എന്താ? ഖുർആനും സുന്നത്തുമാണ് അടിസ്ഥാനം. 4ാമത്തെ സുന്നത്ത് അതാണ്, ഖുർആനും സുന്നത്തും. ഖുർആനും സുന്നത്തും എന്നതിൽ സുന്നത്ത് നിഷേധിച്ചാൽ, സുന്നത്ത് ഞാൻ പരിഗണിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ ഖുർആൻ ഞാൻ പരിഗണിക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഇസ്ലാമിൻ്റെ 2 തൂണുകളാണ്. ഏതെങ്കിലും ഒരു തൂണ് വീണാൽ തന്നെ സാധനം വീഴുമല്ലോ. ഖുർആൻ നിഷേധിയെ പോലെ തന്നെയാണ് റസൂലുള്ള പറഞ്ഞത്, അതെനിക്ക് ബാധകമല്ല, ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെയാണോ, ഉറപ്പുണ്ടോ എന്നൊക്കെ ഒരാൾക്ക് ചോദിക്കാം. ബോധ്യം ഉണ്ടെങ്കിൽ ഖുർആൻ എങ്ങനെ അംഗീകരിക്കുന്നു അങ്ങനെ അയാൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ആ പാലിക്കുന്നതിൽ ചിലത് 5 ഹുക്കുമുണ്ടാകും. റസൂലുള്ളാഹിൻ്റെ കൽപ്പന എല്ലാ നിർബന്ധത്തിനല്ല, ചിലത് നിർബന്ധത്തിനാണ്, ചിലത് വിലക്കാണ്, ചിലത് പ്രോത്സാഹനമാണ്, ചിലത് അനുവാദമാണ്, ചിലത് ശ്രദ്ധയിൽപ്പെടുത്തലാണ്, നിർദ്ദേശമാണ്. അതിനൊക്കെ അനുസരിച്ചാണ്. സുന്നത്ത് നിസ്കാരം തീരെ നിസ്കരിക്കാത്ത ആൾ സുന്നത്ത് നിഷേധിയല്ല. സുന്നത്ത് നമസ്കാരം തീരെ നിസ്കരിക്കാത്ത ആൾ, സുന്നത്ത് നോമ്പ് തീരെ നോൽക്കാത്ത ആൾ സുന്നത്ത് നിഷേധിയല്ല. പിന്നെയോ അയാൾ അത് സുന്നത്തായതുകൊണ്ടാണ് നോൽക്കാത്തത്. സുന്നത്തിൽ അത് ഫർളായിരുന്നെങ്കിൽ അയാൾ നോൽക്കും. അതിൻ്റെ തെളിവാണ് അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. അതിൻ്റെ തെളിവ്, സുന്നത്ത് പ്രമാണമായിട്ട് അംഗീകരിക്കണതിൻ്റെ തെളിവാണ് അയാൾ സ്വർണം ധരിക്കാത്തത്, പട്ടുടുക്കാത്തത്. എന്നയാൾ സുന്നത്ത് നോമ്പ് എന്തുകൊണ്ട് നോൽക്കണില്ല?
സുന്നത്തിൽ അത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷകൾ. ഇത് പണ്ഡിതന്മാർക്ക് വരെ വിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ സുന്നത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നിടം എവിടെ വെച്ചാണത് പറഞ്ഞത്, ഏതർത്ഥത്തിൽ പറഞ്ഞതാണെന്നുള്ളത് പിന്നെ ഞാനൊരിക്കലേ പാലക്കാട് നിന്നാണ് ഓർമ്മ. പിന്നെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഖുർആൻ ക്ലാസ്സിന് വരൽ തുടങ്ങി. ആഴ്ചയിൽ ഒരാളുടെ വീട്ടിൽ വെച്ച് എല്ലാ ആഴ്ചയിലും നടക്കണ ഖുർആൻ ക്ലാസ്സിന് ഇങ്ങനെ വരൽ തുടങ്ങി. അപ്പോൾ പിന്നെ അവന് അതോടുകൂടി അവന് നിസ്കരിക്കാനൊക്കെ തുടങ്ങി. ഒരു ദിവസം എന്നോട് ചോദിച്ച്, പിന്നെ ഉസ്താദ്, ഈ തല മറക്കാതെ നിസ്കരിച്ചാൽ കാഫിറായി പോകുമെന്ന്. സുബ്ഹാനല്ലാഹ്, ആരമോനത് പറഞ്ഞു. പിന്നെ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ നിസ്കരിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഒരിക്കൽ തലയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഉസ്താദ് പിടികൂടി, എന്താടാ തല മറക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ വിനയത്തോടെ ചോദിച്ചു, തല മറച്ചില്ലെങ്കിൽ പ്രശ്നമാണോ ഉസ്താദെ? പിന്നെ കാഫിറായി പോകും. അപ്പോൾ അവൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇതുവരെ നിസ്കരിക്കാൻ നടന്നിട്ട് കാഫിറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിസ്കാരം തുടങ്ങിയതോടുകൂടി കാഫിറായോ എന്നാണ് ഓൻ്റെ ബേജാറ്. അതുകൊണ്ടാണ് എന്നോട് ഈ വന്ന് ചോദിക്കണത്. ഈ വിഷയം വേറെ സംഗതി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊല്ലമായിട്ട് ദർസ് നടത്തുന്ന ഒരു ആലിമൽ അല്ലാമയോട് ഒക്കെ പറയുന്ന അവസരം കിട്ടി. അപ്പോൾ അയാൾ എൻ്റെ നേർക്ക് പിന്നെ ഇൻകാറുസുന്ന കുഫ്രന്നല്ലേ? ഇൻകാറുസുന്ന കുഫറാണ്. അത് ഏത് ഇൻകാറുസുന്ന? അള്ളാൻ്റെ റസൂലിൻ്റെ അധ്യാപനം എന്താണെന്ന് ഞാൻ പരിഗണിക്കേയില്ല, ഖുർആൻ മാത്രമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് ഇൻകാറുസുന്ന. അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച എല്ലാ കൽപ്പനയും നിർബന്ധമായും പാലിക്കാനുള്ളതല്ല. നിർബന്ധമായുള്ളത് നിർബന്ധമായും പാലിക്കും, ഹറാമാക്കിയത് ഹറാമായി പാലിക്കും, കറാഹത്താക്കിയത് ഇല്ലേ പരമാവധി ഒഴിവാക്കാൻ നോക്കും. അതുപോലെ സുന്നത്താക്കിയ കാര്യങ്ങൾ സാധ്യമാകുന്നത്ര ചെയ്യാൻ നോക്കും, ബാക്കി കഴിയാത്തത് വിടും. അല്ലേ, അതൊക്കെയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ആ വാക്കൊന്ന് പഠിച്ചു വെക്കണം നമ്മൾ, സുന്നത്ത് എന്നുള്ള വാക്ക്. അതാണ് അത്തിഉർ റസൂല, റസൂലിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതും നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തെ ഒന്നുണ്ടല്ലോ, അതെന്താ? ഉലുൽ അംരി മിൻകും, ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൽപ്പനാധികാരം ഉള്ളവരെയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേതൃത്വത്തെയും അനുസരിക്കണം. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി മുസ്ലിം ലോകത്ത് നമ്മളിപ്പോൾ ആരെ അനുസരിക്കേണ്ടത്? ആരുണ്ട്? അതുണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. മുസ്ലിം സമുദായത്തിന് ചോദിക്കാനും പറയാനും ആളില്ല, എന്നാൽ നേതാക്കളെയും ഭരണാധികാരികളെയും തടഞ്ഞിട്ട് നടക്കാനും വയ്യ. ഇതല്ലേ സ്ഥിതി? മുസ്ലിം ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനൊരു നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, എത്ര വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും നേതൃത്വത്തിന് ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. 2 അഭിപ്രായക്കാർ 3 അഭിപ്രായക്കാർ എല്ലാവരെയും വിളിച്ചിട്ട് ഒന്നിച്ചിരുത്തിയിട്ട് ഒരാൾ നേരിട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരാളത് കേൾക്കാൻ ചുമതലപ്പെടുത്തിയിട്ട് ഇവർ പറഞ്ഞ എല്ലാ അഭിപ്രായം കേട്ടിട്ട് ശരി എന്താണെന്നൊന്ന് പറയും. അതപ്പം തീരും എല്ലാ തർക്കവും. ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായത് ആയിട്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ ഒരൊറ്റ ഉത്തരവ് മതി, പറ്റില്ല. അല്ലേ, എത്ര സംഭവങ്ങൾ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ബയ്യത്തുൽ റിദ്വാൻ നടന്ന മരത്തിൻ്റെ ഇല കാണാനില്ലാതായി തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം ചോദിച്ചു, ആരാതിൻ്റെ ഇലയൊക്കെ ഉള്ളിക്കൊണ്ടോണത്? അത് ബയ്യത്തുൽ റിദ്വാൻ നടന്ന മരമാണല്ലോ, അത് പുണ്യത്തിന് വേണ്ടി ആളുകൾ പറിച്ചുകൊണ്ട് പോവുകയാണെന്ന്. അങ്ങനെ ഉണ്ടോ? ആ മരത്തിൻ്റെ വേരടക്കം ഇനി കുറ്റി പൊടിച്ച് വരാൻ പോലും ഇടയില്ലാത്ത വിധം പിഴുതെറിഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു അന്നത്തെ ഉലുൽ അംറായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇപ്പോൾ ഒരു മരമല്ല, അന്ധവിശ്വാസങ്ങളുടെ വൻമരങ്ങൾ പടർന്ന് പന്തലിക്കുകയാണ്. അന്ധവിശ്വാസത്തിൻ്റെ മരങ്ങളല്ല, കാടുകൾ തന്നെ മുസ്ലിം ലോകത്ത് നിലനിൽക്കുകയാണ്. ചോദിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല. സാധാരണക്കാർ പാവങ്ങൾ കുറേ തർക്കിച്ചൊക്കെ നോക്കും, അപ്പോൾ വേറൊരു സംഘടനയും കൂടി ഉണ്ടാവും എന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ചോദിക്കാനും പറയാനും ആളില്ല. അതുകൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളയിടത്ത്, ഇപ്പോൾ സൗദി അറേബ്യയിൽ ദർഗയില്ല. എന്താ സൗദി അറേബ്യയിൽ അന്ധവിശ്വാസികളില്ലായിട്ടാ? എല്ലായിടത്തുള്ള പോലൊക്കെ അവിടെയുണ്ട്, പക്ഷേ ഭരണകൂടം അത് സമ്മതിക്കില്ല. അതുകൊണ്ട് ദർഗയില്ല. ഈ സൗദി അറേബ്യയാണ് മുസ്ലിം ലോകം മുഴുവൻ ഭരിക്കുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, എത്ര മനോഹരമായിരിക്കും അത്. ഉദാഹരണം പറഞ്ഞതാണ്.
ഇങ്ങനെ ചോദിക്കാനും പറയാനും ആളുള്ള ഒരു നേതൃത്വം മുസ്ലിം ലോകത്തിനില്ല. അതുകൊണ്ട് തർക്കങ്ങളൊക്കെ സംഘടനകളായിട്ട് മാറുക, അഭിപ്രായങ്ങളൊക്കെ സംഘടനകളായിട്ട് മാറും. ദാരിദ്ര്യം, കഷ്ടപ്പാട് പണമില്ലാഞ്ഞിട്ടല്ല, ഉള്ളിടത്ത് നിന്ന് എടുത്ത് ഇല്ലാത്തടത്ത് കൊടുക്കാൻ എൻ്റെ ബാധ്യതയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളില്ല. അത്രയേ ഉള്ളൂ. ലൗമാത്ത ഷാത്തുൻ ഫി നൈലി ഫുറാത്ത് ലക്കാന ഉമറു മസ്ഊലൻ അൻഹു. യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ആട്ടിൻകുട്ടി വിശന്ന് ചത്താൽ ഉമർ ഉത്തരവാദിയാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ഉമറുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു വാർള. ആ മദീനയിൽ അതിലും വലിയ കസേരയിലൊക്കെ പലരും കയറി കുത്തിരിക്കുന്നുണ്ട്. യൂഫ്രട്ടീസിൻ്റെ തീരത്തൊന്നുമല്ല, അതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ തന്നെ ഒരുപാട് മനുഷ്യക്കുട്ടികൾ തന്നെ വിശന്നും അല്ലാതെയും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടുത്തെ എന്തോ വിഷയം, ഞാൻ അറിയേണ്ട കാര്യമില്ല. എന്നോടല്ല ചോദിക്കുക, എനിക്കല്ല ഉത്തരവാദിത്തം. ഞാൻ നോക്കേണ്ടത് എൻ്റെ അതിർത്തിക്കുള്ളിൽ എന്താ ഉണ്ടോയെന്നതാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഞാൻ ഏൽക്കില്ല. മഹല്ല് പ്രസിഡന്റുമാരെ പോലെയാണ്. അതാ മഹല്ലിലാണ്, നമുക്കറിയേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് പോലെ ഉള്ള ആളുകൾ മുസ്ലിം ലോകത്ത് ധാരാളമുണ്ട്. അതുകൊണ്ടാണ് പട്ടിണി ലോകത്ത് ഉള്ളത്. ഇസ്ലാമിക ലോകത്തിന് ഉലുൽ അംർ ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്കല്ല, ലോകത്തന്നെ പട്ടിണി ഉണ്ടാകുമായിരുന്നില്ല. പട്ടിണി, വർഗീയത, വംശീയത നമ്മൾ അനുഭവിക്കുന്നത് തന്നെ. ചോദിക്കാനും പറയാനും ആളുള്ളൊരു സമൂഹത്തിൻ്റെ അംശമായിരുന്നു നമ്മളെങ്കിൽ ഒരു കുട്ടിയെ ഒരുത്തം തൊടൂലായിരുന്നു. ഇപ്പോൾ കാണുന്ന വീഡിയോകളും വാർത്തകളും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. തൊടാൻ ധൈര്യം ഉണ്ടാവില്ലായിരുന്നു ചോദിക്കാനും പറയാനും ആളുണ്ടെങ്കിൽ. ഇപ്പോൾ അവസാനം നമ്മളെ മനസ്സിനെ ബേജാറാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഏത് ബഡ്കൂസിലും കയറി നിരങ്ങാം. അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവർക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ, അവൻ്റെ പേരിൽ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നപ്പോൾ അതിനെ നേരിട്ട് മറികടക്കാൻ, അതിനൊക്കെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് കുതിര കയറുക എന്നുള്ളതാണ്. ചോദിക്കാൻ ആരുമില്ല, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം എന്താ? ഒരു വീഡിയോ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളമായി പ്രചരിക്കുന്ന കാട്ടുപോത്തുകളുടെ വീഡിയോയാണ്. കാട്ടുപോത്തുകളുടെ വലിയ കൂട്ടം, അതിൻ്റെ അടുത്തേക്ക് ഒരു സിംഹം ഓടി വന്നിട്ട് ഒരു കാട്ടുപോത്തിൻ്റെ ചങ്കിലങ്ങ് കടിച്ചിട്ട് അങ്ങ് തള്ളിയിട്ടിരിക്കുന്നു. ബാക്കി കാട്ടുപോത്തുകളൊക്കെ ഇങ്ങനെ നോക്കി, പിന്നെയും ആ പുല്ലും ഈ ഇലയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരനക്കുമില്ല. കൂട്ടത്തിൽ ഒന്നിനെ കടിച്ച് തിന്നാൻ തുടങ്ങുകയാണ്, പക്ഷേ ഒരനക്കുമില്ല. അത് അവരെയല്ലേ എന്ന് പറയും. ഇങ്ങനെ ഒരിടത്തുണ്ടാകുമ്പോൾ പറയും വലിയ ഭീഷണിയിലേക്കാണ് ഇസ്ലാമിക ലോകം പോകുന്നത്. ഇറാൻ ഷിയാക്കളാണ്, നമുക്കവരോട് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. എന്നാൽ സാമ്രാജ്യത്വത്തിനെതിരെ നെഞ്ചു വിരിച്ച് നിന്ന് വർത്താനെങ്കിലും പറയുന്ന അവസാനത്തെ ആളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഇനി ആര് അങ്ങനെ ഫലസ്തീനിനെ വിഴുങ്ങാൻ എന്നല്ല, ഗ്രേറ്റ് ഇസ്രായേൽ, മദീന വരെ ഉൾക്കൊള്ളുന്ന ഗ്രേറ്റ് ഇസ്രായേൽ മാപ്പ് നടപ്പിലാക്കാനുള്ള അപൂർവ തടസ്സങ്ങളിലൊന്ന് ഈ സാധനമായിരുന്നു. അത് അവസാനിക്കുകയാണ്. ഇനി അവർക്ക് മദീനയെ കീഴ്പ്പെടുത്താം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ത്രെട്ടിലായിരിക്കുന്നത് ഇറാനല്ല, സൗദി അറേബ്യയാണ്. ഇനി ഇസ്രായേലിന് എന്തുമാകാം, സൗദി അറേബ്യയോട് എന്തുമാകാം. ആരുമില്ല ചോദിക്കാനും പറയാനും വരാനും. രാഷ്ട്രീയമായിട്ടില്ല, സാമ്പത്തികമായിട്ട് അതിൻ്റെ മുമ്പേ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ലോകം പടച്ചവനോട് വിളിക്കല്ലാതെ വേറൊരു നിവൃത്തി നമ്മുടെ മുമ്പിലില്ല. അരക്ഷിതമാണ്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിക ലോകത്തിന് ഉലുൽ അംർ ഇല്ലാത്തത് കൊണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലുൽ അംരി മിൻകും എന്നത് അർത്ഥവും വ്യാഖ്യാനവും പഠിച്ചാലും വെറും ആയത്തായതുകൊണ്ട്, അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒന്നും ഇല്ലാതെയായത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ഉമ്മത്തല്ലാതെയായത് കൊണ്ടാണ്. മുസ്ലിം ഉമ്മത്ത് എന്നാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ. നിങ്ങളെ കൊണ്ട് ഉണ്ടാവേണ്ടത് ഖൈറിലേക്ക് വിളിക്കുന്ന ഒരു ഉമ്മത്ത് ആണ്, ഖൈറിലേക്ക് വിളിക്കുന്ന ഒരു ഖൗമാണ് എന്നല്ല, ഖൈറിലേക്ക് വിളിക്കുന്ന ഒരു ഉമ്മത്ത്. എന്താ ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ മലപ്പുറത്തുകാരാണല്ലോ, വേഗം മനസ്സിലാകും. ഫുട്ബോൾ ടീം നമുക്കറിയില്ലേ. എന്താണ് ഒരു ടീം എന്ന് പറഞ്ഞാൽ? ഗാലറിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അവരൊരു ടീമല്ല. ഗ്രൗണ്ടിലുണ്ടാകും 11 or 7 ആളുകൾ ഇപ്പുറത്ത്, 11 or 7 ആൾ അപ്പുറത്ത്. ഇത് രണ്ട് ടീമാണ്.
എന്താണ് ഗാലറിയിൽ ഒരുപാട് ആളുണ്ടായിട്ട് ടീമല്ലാതെ ഗ്രൗണ്ടിൽ ഏതാനും പേരുണ്ടായിട്ട് ടീമാകുന്നത് ഇവർക്കൊരു ഓണറുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ഓണർ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. പിന്നെ ആ ചുമതല വഹിക്കുന്ന ബാക്കിയുള്ളവരുണ്ടാകും. പിന്നെ ടീമിനൊരു മാനേജർ ഉണ്ടാകും. പിന്നെ ടീമിൽ എല്ലാവർക്കും അവരവരുടേതായ ഓരോ റോളുണ്ടാകും. ടീമിലൊരു ക്യാപ്റ്റൻ ഉണ്ടാകും. പിന്നെ ടീമിൽ ഓരോരുത്തർക്കും അവരവരുടെ റോളുണ്ടാകും. വ്യത്യസ്ത റോളുകളാണ് ഉണ്ടാവുക. ചിലരുടെ റോള് ഫോർവേഡാണ്, ചിലത് ബാക്ക്വേഡാണ്, വിങ്ങാണ്, ഗോളിയാണ്, ചിലത് സ്റ്റെപ്പിനിയായി ബൂട്ടണിഞ്ഞ് ഗ്രൗണ്ടിൻ്റെ പുറത്ത് നിൽക്കലാണ്. ഇതൊക്കെ ടീമാണ്. പക്ഷേ എല്ലാവർക്കും കൂടി ഒരു ഗോളാണ്, അത് മറ്റേ ടീമിനെ തോൽപ്പിക്കലാണ്. ഈ പറഞ്ഞതൊക്കെ ഉമ്മത്തിനും ഉണ്ടാകും. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തുൻ വാഹിദ വ അന റബ്ബുക്കും. നിങ്ങളുടെ ഈ ഉമ്മത്ത് ഒരൊറ്റ ഉമ്മത്താണ്, ഞാൻ അതിൻ്റെ ഓണറാണ്, യജമാനനാണ്, റബ്ബാണ്. അപ്പം പിന്നെ മാനേജർ ആരായിരിക്കും? തരീഖ മുഹമ്മദിയാണ്, ശരിയത്ത് മുഹമ്മദിയാണ്. അഥവാ ഈ ടീം കളിക്കുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചാണ്, അദ്ദേഹം പ്രായോഗികമായി കാട്ടിത്തന്നതനുസരിച്ചാണ്. പിന്നെ ഈ ടീമിന് ക്യാപ്റ്റൻ ആരാണ്? ഇല്ല, ക്യാപ്റ്റൻ ഇല്ല. അത് തന്നെയാണ് പ്രശ്നം. ടീമിന് ക്യാപ്റ്റൻ ഇല്ലാതെയായാൽ പിന്നെ എന്ത് സംഭവിക്കുമോ അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഉണ്ടാവണം. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലുൽ അംരി മിൻകും. റസൂലിനെ അള്ളാഹ് തീരുമാനിക്കുന്നതാണ്, പക്ഷേ ഉലുൽ അംർ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. നിങ്ങളിൽ നിന്നൊരാളായിരിക്കും ഉലുൽ അംർ, ടീമിലൊരാളായിരിക്കും ഉലുൽ അംർ എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഡബിൾ റോളാണ്. റസൂലിൻ്റെ പോസ്റ്റിലും ഉലുൽ അംറിൻ്റെ പോസ്റ്റിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. രണ്ട് റോളിലും ഒരാളല്ല. ചിലപ്പോഴൊക്കെ ചില നബിമാരുടെ കാലത്ത് മറിച്ചും ഉണ്ടായിട്ടുണ്ട്, അല്ലേ? താലൂത്തിൻ്റെ കാലത്ത് അല്ല, അതന്നെ താലൂത്തിൻ്റെ കാലത്ത് ഉലുൽ അംർ താലൂത്താണ്, നബി ഷംവീലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും വ്യത്യസ്തമായ റോളുകളാണ്. എല്ലാവരും ഒരേ പണിയല്ല എടുക്കേണ്ടത്. യുദ്ധത്തിന് എല്ലാവരും കൂടി പോകണടുത്ത് തന്നെ അള്ളാഹു തആല പറയുന്നുണ്ട്, എന്തിനാ എല്ലാവരും കൂടി പോകണം? കുറച്ചാൾ പഠിക്കാനിരിക്കുന്നു. കുറച്ചാൾ പഠിക്കാനിരിക്കണം, എല്ലാവരും കൂടി യുദ്ധത്തിന് പോയാൽ പറ്റൂല എന്ന് അള്ളാഹ് പറയണം. എല്ലാവരോടും പോകാൻ പറഞ്ഞ അള്ളാഹ് പറയണം. ഇങ്ങനെ വ്യത്യസ്തമായ റോളുകളാണ് ഉണ്ടാവുക. പക്ഷേ വിദ്യാർത്ഥിയും പണ്ഡിതനും വിജ്ഞാനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിൻ്റെയും പോരാട്ടം നടത്തുന്നതിൻ്റെയും സേനാനായകൻ സൈന്യം നയിക്കുന്നതിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പകരക്കാരനായിട്ട് ബദറിലേക്ക് പോകാതെ മദീനയിൽ തങ്ങിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി എണ്ണുന്നത് ബദരീങ്ങളിലാണ്. കാരണം ബദർ എന്തിനാണോ അതിന് തന്നെയാണ് അദ്ദേഹം മദീനയിൽ ഇരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത റോളുകളാണ്. പക്ഷേ ഗോൾ എന്താ? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, അള്ളാഹുവിൻ്റെ ദീനിനെ വിജയിപ്പിക്കുക, സകല ദീനുകളെക്കാളും അതിജയിക്കുക. അൻ അഖീമുദ്ദീന വലാ തതഫറഖു ഫീഹി, ദീനിനെ ഇഖാമത്ത് ചെയ്യുക. ഇങ്ങനെ ഒരു ഗോള്, വ്യത്യസ്ത റോള്, ഒരു ലീഡർ, ഒരു മാനേജർ, ഒരു ഓണർ, ഒരാശയവും. അതെന്താ? അതാണ് ദീനുൽ ഇസ്ലാം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇങ്ങനെ ആകേണ്ട ഉമ്മത്ത് ഖുർആനിനോടും സുന്നത്തിനോടും തന്നെ അവഗണനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ ബഹുമാനമാണ്, പഠിക്കില്ല, പഠിച്ചാലും പാലിക്കില്ല. നേതൃത്വം എന്ന് പറഞ്ഞത് അന്നത് ആവശ്യം ഉണ്ടെന്ന് തന്നെ ഇതുവരെ തോന്നിയിട്ടില്ല. അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, ഒരാളുടെ പേഴ്സ് കളഞ്ഞു, യാത്രാ സംഘത്തിൻ്റെ പാതയെ നഷ്ടപ്പെടുക എന്നുള്ളതല്ല, അങ്ങനെ ഒന്ന് പോയ വിവരം തന്നെ അവരറിയാതെ പേഴ്സ് കളഞ്ഞു പോകുക എന്നുള്ളതല്ല പ്രശ്നം. പേഴ്സ് കളഞ്ഞു പോയ വിവരം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം എന്ന് പറയുമ്പോഴും എൻ്റെ പേഴ്സ് പോയിട്ടൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണോ? അല്ല, ഇതാണല്ലോ വലിയ പ്രശ്നം. എന്ന പോലെ ഞങ്ങൾക്കൊരു നേതൃത്വം വേണമെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്ത സമുദായമായിട്ട് നമ്മൾ മാറിയിട്ട് പിന്നെയും നമ്മൾ ഓതുകയാണ്, വൽതക്കും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ. നമ്മൾ ഉമ്മത്തല്ലാതെ ആയിരിക്കുന്നു. ഉമ്മത്തല്ലാതെ ആയതിൻ്റെ ഗതികേടാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പം നമുക്കത് തിരിയും. ഉമ്മത്തല്ലാത്തതിൻ്റെ, ചോദിക്കാനും പറയാനും ആളില്ലാത്തതിൻ്റെ, നേതൃത്വമില്ലാത്തതിൻ്റെ ഇടങ്ങർ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് ചില്ലറ വിഷയമല്ല. ഇതേ സംഭവം, ഈ ഭിന്നത, ഛിദ്രത, ദേശത്തിൻ്റെ, ഗോത്രത്തിൻ്റെ ഒക്കെ പേരിലുണ്ടായത് അല്ലേ? നമുക്കതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാവായി വരാനിരിക്കുന്നേ ഉള്ളൂ.
പക്ഷേ ഇതിൻ്റെ മേൻ ഗുണം ശത്രുക്കൾക്ക് പണ്ടേ മനസ്സിലായിരിക്കുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സ്റ്റൺ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നടത്തിയതായി പറയപ്പെടുന്ന ഒരു പ്രസംഗത്തിൻ്റെ കോട്ടിങ് പലയിടത്തും കാണാം. പലരും അത് ഉദ്ധരിച്ച് കാണാറുണ്ട്. എന്താണ്? നാം നമ്മുടെ ഭാവി ഭദ്രമാക്കിയിരിക്കുന്നു. ഇനി അറബികൾ ഇസ്ലാമിൻ്റെ പേരിലോ അറബ് ദേശീയതയുടെ പേരിലോ ഒരു കാലത്തും ഉയർന്നു വരില്ല. പക്ഷേ രണ്ടെണ്ണം സൂക്ഷിച്ചു കൊള്ളണം. ഒന്ന് ഖുർആനും, രണ്ട് ഹജ്ജും. നമ്മൾ ഖുർആൻ പഠിച്ചാൽ കൂലി കിട്ടുമെന്നും കിട്ടൂലെന്നും, ഖുർആൻ ഓതിയാൽ തന്നെ മതി, അർത്ഥം അറിയേണ്ട ആവശ്യമുണ്ടോ ഒന്നും ഇല്ലയെന്നും ഒക്കെ തർക്കത്തിലാണ്. എന്താ അതിൻ്റെ ആവശ്യം എന്നാണ്? ഒരുത്തനോട് ഖുർആൻ്റെ അർത്ഥം പഠിക്കാൻ പോരെ എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്താ അപ്പം അതിൻ്റെ ആവശ്യം എന്നാണ്? ആവശ്യമില്ല, വെറുതെ വേണ്ടാത്ത പണിക്ക് പോകണം. അർത്ഥം പഠിക്കുന്നവനോട് ബഹുമാനപ്പെട്ടവർ കാര്യമായിട്ട് ഉപദേശിക്കുന്നത് അർത്ഥം പഠിക്കാനൊക്കെ പൊയ്ക്കോ, പഴിച്ചു പോകരുത് കിട്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ചാൽ പഴിച്ചു പോകുന്നു. ആകെ എല്ലാ പഴുവിൽ നിന്നും നേരെയാക്കാനാണ് അള്ളാഹു താല ഖുർആൻ ഇറക്കിയത്. പക്ഷേ സമുദായത്തിൽ പലരും പേടിക്കുന്നത് അർത്ഥം പഠിച്ചാൽ പഴിച്ചു പോകുന്നതാണ്. ഇങ്ങനെ ഖുർആനെ നമ്മൾ എടുത്തത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ളൂ നമ്മൾ. പക്ഷെ അവർക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മൾ ഖുർആൻ മര്യാദക്ക് പഠിച്ചാൽ, നമ്മൾ ഖുർആൻ ശരിയായി പഠിച്ച് ഉൾക്കൊണ്ടാൽ ഓൻ്റെ സാമ്രാജ്യം തകരുന്നു. നൂറ്റാണ്ട് മുമ്പേ ഓന് തിരിഞ്ഞിരിക്കുന്നു. ഹജ്ജ്, ഇനിയിപ്പോൾ ഹജ്ജ് ക്ലാസിൻ്റെ കാലമാണ്. ഹജ്ജ് ചെയ്താൽ കൂലി കിട്ടും, പാപം പൊറുക്കും, മുറാദ് ഹാസിലാകും, ദുആ സ്വീകരിക്കും, ഒക്കെ ഉള്ളതാണ്, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഹജ്ജ് ചെയ്താൽ ഓൻ്റെ സാമ്രാജ്യം തകരും. അതെങ്ങനെയെന്ന് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഇവിടെയാണ് അവരുടെ വിജയവും നമ്മുടെ പരാജയവും. നമ്മളെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മളെന്തായി ചെയ്യണതെന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല. വലിയ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്, ചെയ്യണം, ഒരു സംശയമില്ല. ഇങ്ങനെ ഖുർആൻ നമ്മൾ പഠിച്ചാൽ അവർക്ക് പേടിയാവുകയാണ്. ഖുർആൻ ഇപ്പോൾ കാഫിർ ഖുർആനിലെ വലിയ പദപ്രയോഗമാണ്. നമ്മുടെ സഹോദര സമുദായത്തിലെ പലരെയും അത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കലുണ്ട്. നമ്മൾ തന്നെ ഏറെ ഓടിക്കുമ്പോൾ കാഫിർ എന്ന് വിളിക്കലുമുണ്ട്. മുസ്ലിം സമുദായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കിയിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഏതൊരു പണ്ഡിതൻ മുമ്പ് പറഞ്ഞു, കാഫിറല്ല പാരഫിറയിക്കണമെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നിറച്ച് കാഫിറുകളാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ദേഷ്യം പിടിക്കുമ്പോഴാണ് വിളിക്കുക. പിന്നെ യഥാർത്ഥത്തിൽ തന്നെ ഒരാൾ കാഫിറാണെന്ന് പറയണമെങ്കിൽ അത്ര എളുപ്പമൊന്നും കഴിയില്ല. നമ്മുടെ സമുദായത്തിലെ ഒരാൾ അമ്പലത്തിലെ പൂജാരിയായാലും നമ്മളയാളെ കാഫിർ എന്ന് പറയില്ല, പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെ നമ്മളെ വെറുതെ വിടില്ല. ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ ഖുർആനും സുന്നത്തിനും ഇപ്പോൾ ലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യുമിന, മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കരുത്, അവർ മൂമിനാകുന്നത് വരെ എന്നൊക്കെ പറഞ്ഞ് കടുത്ത ഹറാമ് ചെയ്താൽ പോലും ആൾ കാഫിറൊന്നുമല്ല. അങ്ങനെയാണ് നമ്മൾ പറയുക. ഇങ്ങനെ എന്ത് ചെയ്താലും കാഫിറാവില്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അനുയായികൾ ഖുർആനിൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായത് സ്വയം സ്വീകരിച്ചപ്പോൾ അവരോട് ചോദിച്ച ചോദ്യം, വകൈഫ തക്ഫുറൂൻ വഅൻതും തുത്ല അലൈക്കും ആയാത്തുല്ലാഹി വഫീക്കും റസൂലു. എങ്ങനെ കാഫിറാകുന്നടോ നിങ്ങൾക്കല്ലേ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെടുന്നത്, നിങ്ങളിലല്ല അള്ളാഹിൻ്റെ റസൂല് ജീവിച്ചിരിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾ എങ്ങനെ കാഫിറാകുന്നു, എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക് കാഫിറാകാൻ എന്നാണ്. എന്താ സംഭവം എന്നറിയോ നിങ്ങൾ? ഔസ് ഖസറജ്, മദീനയിലെ മോമിനുകൾ, മദീനക്കാരായ മോമിനുകൾ രണ്ട് ഗോത്രക്കാരായിരുന്നു. ഔസും ഖസറജും തമ്മിൽ അനന്തകാലമായിട്ട് അടിയാണ്. അവർ തമ്മിൽ എന്തിനാണ് യുദ്ധം പോരാട്ടം എന്നുള്ളത് തന്നെ അവർക്ക് തന്നെ അറിയില്ല. അത്ര തലമുറകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. എന്നും ഫൈറ്റാണ്. കുറേ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദീനുൽ ഇസ്ലാം ഇങ്ങോട്ട് വന്നപ്പോൾ ആ സ്ഥിതിയൊക്കെ അങ്ങ് മാറി. അവർ ഒരു ഉമ്മയുടെ മക്കളെപ്പോലെ സഹോദരങ്ങളായിട്ട് മാറി. അല്ലേ? വകുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. നിങ്ങൾ ശത്രുക്കളായിരുന്നു, അള്ളാഹിൻ്റെ നിയമത്തോടു കൂടി നിങ്ങൾ സഹോദരങ്ങളായി മാറിയെന്ന് അള്ളാഹു താല പറഞ്ഞത് അതാണ്. ഇത് ജൂതന് സഹിച്ചില്ല. കാരണം ഇവരെ തമ്മിലടുപ്പിച്ച്, ഇപ്പോഴത്തുള്ള പോലെ തന്നെ മുസ്ലിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞ് തമ്മിലടുപ്പിച്ച് ചോര കുടിക്കലായിരുന്നു അന്നും പണി, ഇപ്പോഴത്തെ പണി തന്നെ. അതുകൊണ്ട് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്,
യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ. ഓ സത്യവിശ്വാസികളെ, ഒരു വിഭാഗം വേദക്കാരെ സൂക്ഷിക്കണം. നിങ്ങൾ അവരെ അനുസരിക്കുകയാണെങ്കിൽ അവരിങ്ങളെ ഈ മൂമിനായ ശേഷം വീണ്ടും കാഫിറാക്കി മടക്കുട്ടോ. അടുത്ത ചോദ്യമാണ് വകൈഫ തക്ഫുറൂൻ. അങ്ങനെ ജൂതൻ ഇത് സഹിച്ചില്ല. മൂപ്പരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു യുവാവിനെ അൻസാരികളായ ഔസുകാരും ഖസറജുകാരുമായ യുവാക്കൾ ഒരിടത്തിരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അവർക്ക് തോന്നിയതൊക്കെ കളിയും ചിരിയും തമാശയും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് കയറ്റി വിട്ടു. അവനെ ഏൽപ്പിച്ചിരുന്നു, നീ അവിടെ പോയിട്ട് തമ്മിൽ തെറ്റിക്കണം. അതിനെന്ത് വേണം? എന്താ എളുപ്പ വഴിയുണ്ട്. അതെന്താ? അതിന് അവരെ പഴയ ബുഖാസ് യുദ്ധത്തിൻ്റെ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയാൽ മതിയെന്ന് അല്ലേ. അയാൾ പണി തുടങ്ങി. അന്ന് ഒരു യുദ്ധം നടന്നില്ല, നിങ്ങൾ കണ്ടിട്ടും കൂടി. അതിൽ നമ്മളെ ഔസല്ലേ ജയിച്ചത്? അപ്പോൾ ഖസറജുകാർ അല്ലല്ല ഞങ്ങളാ ജയിച്ചത്. അപ്പോൾ ഔസുകാർ അല്ല ഞങ്ങളാ ജയിച്ചത്, അല്ല ഞങ്ങളാ ജയിച്ചത്, അല്ല ഞങ്ങളാ ജയിച്ചത്. തർക്കമായി. ആ തർക്കം മൂത്തിട്ട് അവസാനം എന്നാ വേണ്ട, ഇപ്പം നിങ്ങളൊരു യുദ്ധത്തിനുണ്ടോ ഞങ്ങളോട്? ഉണ്ട്, കാണിച്ചു തരാം. എന്നിട്ട് ഔസുകാരേ വരൂ, ഖസറജുകാരേ വരൂ. ഇതറിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വരുന്ന എൻ്റെ ഇടക്ക് ഇറങ്ങിയതാണ് ആ ആയത്ത് വകൈഫ തക്ഫുറൂൻ വഅൻതും തുത്ല അലൈഹി. ഇപ്പോൾ ഇവരിത് അള്ളാൻ്റെ റസൂലല്ല എന്ന് പറഞ്ഞോ? ഇല്ല. അള്ളാൻ്റെ കിതാബല്ല എന്ന് പറഞ്ഞോ? ഇല്ല. അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടെന്ന് പറഞ്ഞോ? പരലോകം ഇല്ല എന്ന് പറഞ്ഞോ? കാഫിറാകുന്നെന്ന് ആശയപരമായി നമ്മൾ സമ്മതിക്കുന്ന എന്തെങ്കിലും ഒന്ന് അവർ പറഞ്ഞോ? ഇല്ല. ഔസും ഖസറജും കൂടി തല്ലാൻ ഒരുങ്ങിയിട്ടേ ഉള്ളൂ. ഔസും ഖസറജും കൂടി യുദ്ധത്തിന് ഒരുങ്ങിയിട്ടേ ഉള്ളൂ, ഗോത്ര ഭിന്നതയുടെ പേരിൽ. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്ർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മോമിനെ ചീത്ത പറയൽ അധർമ്മവും തമ്മാടിത്തരവുമാണ്, പിന്നെ പോരടിക്കലോ അത് കുഫ്റുമാണ്. ഇതന്നെ. അങ്ങനെ ഔസുകാരും മുസ്ലിങ്ങളായ ഔസുകാരും മുസ്ലിങ്ങളായ ഖസറജുകാരും കൂടി തമ്മിൽ തെല്ലുന്നതിനെ അള്ളാഹ് വിളിക്കുന്നത് കുഫ്ർ എന്നാണ്. അവർ ഇസ്ലാമെന്ന് പുറത്തായോ? ഇല്ല. മുസ്ലിം ആയിരിക്കെ തന്നെ കുഫ്ർ. അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹു താലാക്ക് കാഫിർ എന്ന് പറയാൻ നമ്മൾക്കുള്ള അത്ര പ്രയാസം ഉണ്ടാവില്ല. മനഃപൂർവ്വം ഹജ്ജ് ചെയ്യാത്തവന് നമ്മളെന്താ പറയുക? ഇവർ നിസ്കരിക്കാനൊക്കെ വരും, 5 വക്തിനും പള്ളിയിലുണ്ടാവും, ചിലപ്പോൾ പള്ളിയുടെ മഹല്ലോ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒക്കെ തന്നെ ആവും, കമ്മിറ്റിയൊക്കെ ആവും, നാട്ടിലെ വലിയ കാരണവരാകും. പക്ഷെ ഹജ്ജിന് ഉപരി പോവില്ല. അതെന്താ പോകത്ത്? കയ്യില്ലായിട്ടാ? കായ് മക്കൾ എന്നും തുടങ്ങിക്കണം മൂപ്പരെ ഹജ്ജിന് കൊണ്ടുപോകാൻ നോക്കൽ തുടങ്ങിയിട്ട് പോയെങ്കിലല്ലേ ഉള്ളൂ. ആരോഗ്യമില്ലായിട്ടാ? എന്താ ആരോഗ്യത്തിന് എന്താ കുഴപ്പം? നിസ്കരിക്കൽ പോലും ഇരുന്നിട്ടല്ല അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആരോഗ്യത്തിൻ്റെ ലക്ഷണം പറയൽ ഇപ്പോൾ അതൊക്കെയാണ് അല്ലേ? നിസ്കാരം പോലും കസേര ഇല്ലാതെയാണ്. ബാക്കിയുള്ള ചെയർമാന്മാർക്ക് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ പള്ളിയിൽ. ഇങ്ങനെ വളരെ ആരോഗ്യവാനാണ്, പക്ഷെ ഹജ്ജിന് മൂപ്പര് പോവില്ല. എനിക്കറിയണ ഒരാളോട് മക്കൾ അവസാനം ഷട്ടം കെട്ടി പാപ്പാനോടൊന്ന് ചോദിക്കാൻ, നിങ്ങൾ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ടോ എന്ന്. മൂപ്പരുടെ ഒരു പ്രിയപ്പെട്ട പണിക്കാരനായ ഒരു അമുസ്ലിമിനെ കാസർഗോട്ടാ അവൻ പോയി ചോദിച്ച് പണിക്ക് വന്നപ്പോഴേ, കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഏത് ഡാഷിൻ്റെ മോനെ എന്നോട് ഇത് പറഞ്ഞത് എന്നായിരുന്നു മറു ചോദ്യം. കയ്യിലായിട്ടാണോ? അല്ല, കോടികളുണ്ട്, ഹജ്ജിന് പോവില്ല, അതിനൊന്നും നിന്നെ കിട്ടില്ല, ഇവിടെ നിസ്കരിക്കലെന്ന് വലിക്കില്ല, അതൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ളവനെ അല്ലാഹ് എന്തെന്നാ പറയുക? വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് വിശുദ്ധ ഭവനത്തിൽ മുഅ്മിനീങ്ങൾ ഹജ്ജിന് വരിക എന്നുള്ളത്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. സാധികമാകുന്നവൻ വന്നാൽ മതി, സാധ്യമാകുന്നവൻ എന്നെ ഒരുക്ക വന്നാൽ മതി, അതോടുകൂടി ബാധ്യത കഴിഞ്ഞു. പക്ഷേ വമൻ കഫറ, ആരെങ്കിലും കാഫിറായാൽ എന്നാണ് എന്ന് പറഞ്ഞാൽ ചെയ്യൂല ഹജ്ജ്. റസൂലല്ലേ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സാധ്യമായിട്ട് ഹജ്ജ് ചെയ്യാത്തവനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഫൽയമുത്ത് വഹുവ യഹൂദിയൻ ഔ നസ്രാനിയ. യഹൂദിയോ നസ്രാനിയോ ആയിട്ട് മരിച്ചു കൊള്ളട്ടെ, ഹജ്ജ് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ. ഇങ്ങനെ നിസ്കരിക്കുന്ന ആൾ മനഃപൂർവ്വം ഹജ്ജ് അടുത്ത കൊല്ലം പോകാം, അല്ലെങ്കിൽ 2 കൊല്ലം കൂടിയാണ്ട് കഴിയട്ടെ, അല്ലെങ്കിൽ മോളെ കല്യാണമാണ്ട് കഴിയട്ടെ, അല്ലെങ്കിൽ അല്ലേ കോഴ്സ് ഒന്നാണ്ട് പൂർത്തിയാകട്ടെ, അതിനെപ്പറ്റി അല്ലട്ടെ ഈ പറഞ്ഞത്. അതൊന്നും ഇല്ലാതെ ഞാൻ പോയില്ല എന്ന് തീരുമാനിക്കുന്നവൻ്റെ കാര്യമാണ്. അതിന് കുഫർ എന്നാണ് പറയുന്നത്. കാഫിർ എന്നാണ് അള്ളാഹു താല വിളിക്കുന്നത്. മുസ്ലിമായ കാഫിർ, പണ്ഡിതന്മാർ ചിലർ പറയും കുഫറും ദൂന കുഫർ, സമുദായത്തിൽ നിന്ന് പുറത്താകാത്ത കാഫിർ. ആൾ മുസ്ലിമായിരിക്കും, പക്ഷേ അള്ളാൻ്റെ അടുത്ത് കാഫിറായിരിക്കും. ഇതുപോലൊരു കുഫറാണ് ഈ പറയുന്നത്. കൈഫ തക്ഫുറൂൻ. വ്യത്യസ്ത ഗോത്രങ്ങളായി തമ്മിൽ തല്ലാൻ എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു എന്ന് ചോദിക്കുന്നിടത്താണ് കൈഫ തക്ഫുറൂൻ ചോദിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
ഈ കുഫർ അത് കുഫറാണെങ്കിൽ മുസ്ലിം ലോകത്ത് അതിന് വല്ല കുറവുണ്ടോ? അതിലല്ലേ നേരത്തെ പറഞ്ഞ ഗ്ലാഡിസ്റ്റന് സമാധാനം കണ്ടെത്തുന്നത്? വെട്ടി നുറുക്കി ഓരോ ഗോത്രത്തിനും ഓരോ ആജ്യന്മാർക്കും ഒക്കെ ഓരി വെച്ച് കഷ്ണം കഷ്ണാക്കി കൊടുക്കുകയും അത് തമ്മിലൊക്കെ യുദ്ധവും. ഔസും ഖസ്റജും തമ്മിൽ തല്ലാൻ ഒരുങ്ങിയപ്പോൾ കൈഫ തുക്ഫറു എന്ന് ചോദിച്ച ഖുർആന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഖത്തറും സൗദിയും കൂടി തമ്മിൽ തല്ലാൻ ഒരുങ്ങുമ്പോൾ എന്താ ചോദിക്കുക? കഴിഞ്ഞല്ലോ, ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ, വേറെ ഒന്നും തുടങ്ങിയപ്പോഴല്ലേ അത് കഴിഞ്ഞത്. അപ്പം എന്താ ചോദിക്കുക? ഇതാണ് കുഫർ. ഈ കുഫർ നിലനിൽക്കുന്നിടത്തോളം കാലം മൂമിനിങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കണതിന് അർത്ഥം ഉണ്ടാവില്ല. ബഹുമാന്യനായ പണ്ഡിതൻ മുത്തവല്ലി ഷെഹറായി, ഈജിപ്തുകാരനാണ്, ആധുനികനായ ഖുർആൻ വ്യാഖ്യാതാവും വലിയ ലോകത്ത് എല്ലാ വിഭാഗം ആളുകൾക്കും സമ്മതനുമായ ആൾ, യഹ്വാനിയൊന്നുമല്ല. ഇദ്ദേഹം യൂറോപ്പിൽ ചെന്നപ്പോൾ പടുത്ത് എവിടെ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു, നിങ്ങളാരും പലരും വായിച്ചിട്ടുണ്ടാവും പ്രബോധനത്തിൽ. യൂറോപ്പിൽ ചെന്നപ്പോൾ ഒരു ഓറിയൻ്റലിസ്റ്റ് ബുദ്ധിജീവി അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പം നിങ്ങളെ ഖുർആൻ തെറ്റാന്ന് തെളിഞ്ഞില്ലേ? അതെന്താ തെളിഞ്ഞ്? അല്ല, വലൻ യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല, മുഅ്മിനീങ്ങൾക്കെതിൽ കാഫിറിന് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കൂല എന്നല്ലേ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ടിപ്പോൾ നിങ്ങൾ മുഅ്മിനീങ്ങൾ മുഴുവൻ ഞങ്ങൾ കാഫിരീങ്ങളുടെ അടിയിലായില്ലേ? ഈ സംഭവം ഉണ്ടാകണതിൻ്റെയും പലസ്തീൻ സംഭവം ഉണ്ടാകണതിൻ്റെ മുമ്പാട്ടോ അത് സംഗതി. ഇപ്പം എന്ത് പറയുക, അയാൾ ചോദിച്ചു നോക്കേണ്ടതാണ്. ഓക്കെ, സകലം ഞങ്ങളുടെ അടിയിലായിപ്പോയില്ലേ? നിങ്ങളെയൊക്കെ ഞങ്ങൾ തകർത്തില്ലേ? ഞങ്ങൾക്ക് പടച്ചോൻ വഴി ഉണ്ടാക്കി തന്നില്ലേ നിങ്ങളെ തകർക്കാൻ? അപ്പോൾ ഖുർആൻ തെറ്റാന്ന് തെളിഞ്ഞില്ലേ? കാരണം ഖുർആൻ വലൻ യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല എന്നാണ്. മുഅ്മിനീങ്ങൾക്കെതിരിൽ ഒരു കാലത്തും കാഫിറിന് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കില്ല എന്ന്. അതെന്താ അങ്ങനെ? അങ്ങനെയാണ് ഇസ്ലാം. മുസ്ലിങ്ങളൊക്കെ പെർഫെക്റ്റ്, ഓക്കെ. പക്ഷേ കാഫിർ ഭയങ്കര ശക്തരായതുകൊണ്ട് അവർ ജയിച്ചു, ഇസ്ലാം തകർന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് 3 വരം ചോദിച്ചു. ഒന്ന്, ശത്രുക്കളുടെ കാലവിപത്തിനാൽ എൻ്റെ ഉമ്മത്ത് നശിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വന്ന് അല്ലെങ്കിൽ കോവിഡ് പടർന്ന് പിടിച്ച് എല്ലാ മുസ്ലിങ്ങളും കൊണ്ട് മരിച്ചു പോവുക, അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവില്ല, അള്ളാഹു തആല ഉറപ്പ് കൊടുത്തു. രണ്ടാമത്തൊന്ന് ചോദിച്ചു, ശത്രുക്കളാൽ നശിപ്പിക്കപ്പെടരുത്. 1500 മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഏതാനും 1000 മുസ്ലിങ്ങളുള്ള സമയത്താട്ടോ ഈ ചോദ്യം. ലോകം മൊത്തം വേറൊരു വഴിക്കായിരുന്ന കാലത്ത്, ആകെ ഏതാനും മുസ്ലിങ്ങളുള്ള കാലത്ത്, ശത്രുക്കളാൽ എൻ്റെ ഉമ്മത്ത് ഇല്ലാതെയാക്കപ്പെടരുത്. അതും അള്ളാഹ് കൊടുത്തു. അതാണ് ഈ പറയുന്നത്. അങ്ങനെ മുസ്ലിങ്ങളെ മൊത്തം കൊന്നൊടുക്കി ഇസ്ലാം അങ്ങോട്ട് ഇല്ലാതെയാക്കൊന്നുമില്ല. മൂന്നാമതൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ ഉമ്മത്ത് തമ്മിൽ തല്ലി ഭിന്നിച്ച് പിന്നെ നശിക്കരുത്. അത് കൊടുത്തില്ല. ഏതൊരു സദസ്സിൽ ഞാനത് പറഞ്ഞപ്പോൾ ഒരാൾ എണീറ്റ് പറഞ്ഞു, അത് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു, ബാക്കിയുള്ളത് നമുക്ക് നേരിടായിരുന്നു. അത് കൊടുത്തിട്ടില്ല. കാരണം എന്താ? അല്ലാഹു തആല വലാ തഫറഖു എന്ന് പറയാ, ഭിന്നിക്കരുത് എന്ന് പറയാം. എന്നിട്ട് ജി ഭിന്നിക്കാതിരിക്കണ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും കൂടി പറയുമോ? അതുണ്ടാവില്ലല്ലോ. കുട്ടിനോട് മാഷ് പറയാം നന്നായിട്ട് പഠിച്ചു വരണം, എന്നിട്ട് പിന്നെ ജി പഠിക്കൊന്നും വേണ്ട, ജി പഠിക്കണതിന് പകരം ഞാൻ പഠിച്ചു വന്നുകൊണ്ടൊന്നും കൂടി പറയുമോ മാഷ്? ഇല്ലല്ലോ. നീ ഭിന്നിക്കരുത്, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. ഇങ്ങനെ ഒരു കാലത്തും കുഫറിൻ്റെ ശക്തി കൊണ്ട് ഇസ്ലാം നശിക്കില്ല. തോറ്റതും പരാജയപ്പെട്ടതും തകർന്നതും ഒക്കെ എപ്പോഴാണ്? ചരിത്രത്തിൽ പലതവണ അള്ളാഹ് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ പിന്നോട്ട് പോയപ്പോഴാണ്. ഉമ്മത്ത് മുസ്ലിമ ഏതോ കാലത്ത്, ഏത് നബിയുടെ കാലത്തുള്ള ഉമ്മത്തായാലും ശരി, അവർ പിന്നോട്ട് പോയപ്പോൾ അവർ തകർന്നിട്ടുണ്ട്, ശത്രുക്കൾ ജയിച്ചിട്ടുണ്ട്. ഈ മുത്തവല്ലി ഷെഹറാവിയോട് ഓറിയൻ്റലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഇത് വെച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ തകർന്നില്ലേ, ഇപ്പം ഖുർആൻ തെറ്റാന്ന് തെളിഞ്ഞില്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞു, തെറ്റാന്ന് തെളിഞ്ഞിട്ടില്ല, ശരിയാന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അതെന്താ? മൂമിനീങ്ങൾക്കെതിരിൽ കാഫിറിന് വഴി ഉണ്ടാക്കി കൊടുക്കില്ല എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ഞങ്ങളൊന്നും മൂമിനീങ്ങളല്ല, മുസ്ലിങ്ങൾ മാത്രമാണ്. അപ്പം ലോക മുസ്ലിങ്ങൾ മൂമിനീങ്ങളല്ല എന്നാണോ, വിശ്വാസികളല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അതെ, യഥാർത്ഥ മൂമിനുകളല്ല ഞങ്ങൾ. അതെവിടുന്ന് കിട്ടിയത്? അതാര് പറഞ്ഞതാ? അള്ളാഹ് തന്നെ പറഞ്ഞത്. കാലത്തിൽ അറാബു ആമന്ന, അറാബികൾ വന്നിട്ട് ആമന്ന എന്ന് പറഞ്ഞു. കുൽ, നബിയെ താങ്കൾ അവരോട് പറയൂ, ലൻ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനായിട്ടില്ല, വലാക്കിൻ ഖുലു അസ്ലംന, ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഞങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞു. അതാണിപ്പോൾ ഞങ്ങൾ. കാരണം എന്താ? യഥാർത്ഥ ഈ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് തന്നെ പറയണ്ടേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം ഇർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുകയും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി ജിഹാദ് നടത്തുകയും ചെയ്യുന്നവർ മാത്രമാണ് മുഅ്മിനുകൾ.
ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം ഉണ്ടാകും. അതിനൊക്കെ അവിടുത്തെ ഉലമാക്കൾ ചിലപ്പോൾ ജിഹാദിൻ്റെ ആയത്തും അതിൽ മരിച്ചവൻക്കെതിരെ രക്തസാക്ഷി, ഇപ്പോൾ മരിച്ചവർക്കെതിരെ ഉണ്ട് രക്തസാക്ഷി അല്ലേ, മരിച്ചവരെ പറ്റി രക്തസാക്ഷിയാണ്, സ്വർഗത്തിൽ പോകണതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ആളുകൾ. അങ്ങനെ കൊല്ലപ്പെടുന്നവരൊക്കെ രക്തസാക്ഷികളാണോ? കൊല്ലപ്പെടുന്നവരൊക്കെ രക്തസാക്ഷികളാകും. അതാവിടെ നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ ആരെങ്കിലും കൊന്നാൽ വണ്ടി ഇടിച്ച് മരിച്ചാലും ഒക്കെ ഉണ്ടാവും മൂമിനാണെങ്കിൽ അല്ലേ. പിന്നെ രക്തസാക്ഷിക്ക് എല്ലാ പാപവും പൊറുക്കുമോ? ഇല്ല. രക്തസാക്ഷി കടം കൊടുക്കാനുള്ളത് ഓൻ തന്നെ കൊടുക്കേണ്ടി വരും. രക്തസാക്ഷി ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് മാപ്പ് വയ്ക്കാത്ത ബാക്കിയുണ്ടെങ്കിൽ അത് അവൻ തന്നെ വഹിക്കേണ്ടി വരും. അതൊന്നും അല്ല വെറും നിസ്കാരത്തിൽ വിട്ടതും നോൻപിൽ വിട്ടതും ഒക്കെ അല്ല പുറത്തു കൊടുക്കും രക്തസാക്ഷിക്ക്. അത്രയേ ഉള്ളൂ. പണ്ഡിതന്മാരും റസൂലുള്ളാഹി തന്നെ അത് വിശദീകരിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. രക്തസാക്ഷിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് സ്വർഗത്തിൽ പോകുമൊന്നുമില്ല. പിന്നെ എല്ലാ മുസ്ലിം രാജ്യത്തിൻ്റെ യുദ്ധമൊക്കെ ജിഹാദും ആവില്ല. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ ഗവൺമെൻറ് പിന്നെ പണ്ഡിതന്മാരോട് പറഞ്ഞു ഇത് ജിഹാദായിട്ട് പ്രഖ്യാപിക്കണം, ജിഹാദിൻ്റെ ആയത്ത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിനെതിരെ ഓതണം. ചിലരൊക്കെ ഓതി കൊടുത്തു. സെയ്ദ് മൗദൂദി അംഗീകരിച്ചില്ല. ഇത് ജിഹാദൊന്നുമില്ല, നിങ്ങളിങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അതിർത്തി തർക്കത്തിന് വേണ്ടി യുദ്ധം ചെയ്യണതൊക്കെ അല്ല പറഞ്ഞ ജിഹാദൊന്നുമില്ല. ജിഹാദ് എന്ന് പറഞ്ഞത് തക്കൂന കലിമത്തുല്ലാഹി ഹിയൽ വലിയ ഫുവ ഫീ സബീലില്ല. വർഗീയതക്കും വംശീയതക്കും ദേശീയതക്കും വേണ്ടി യുദ്ധം ചെയ്യണതൊന്നും അള്ളാൻ്റെ മാർഗത്തിലൊന്നുമല്ല. അതിന് പിടിച്ചകത്തിട്ടു. സെയ്ദ് മൗദൂദിയെ ജയിലിലടച്ചു. യുദ്ധ സാഹചര്യത്തിൽ ജയിലിലടച്ചു എന്നുള്ള വിവരം ലോകം അറിയണത് എങ്ങനെ? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈനിക വകുപ്പ് പാകിസ്ഥാനെക്കുറിച്ച് ആ കാലത്ത് നടത്തി പഠിച്ച് പുറത്തുവിട്ട ആർട്ടിക്കിളാണ് അതുള്ളത്. വേറെ നമ്മളാരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതല്ല. അങ്ങനെയുള്ള ആളുകളാണ് അവിടെ അങ്ങനത്തെ ആളുകളുണ്ട് എന്ന് റിപ്പോർട്ടായിട്ട് പറയുന്നു. കാരണം എന്താ? യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലേ യുദ്ധവും ജിഹാദും എല്ലേ മരണവും രക്തസാക്ഷിയെന്നോ അല്ലെങ്കിൽ വാക്കർത്ഥത്തിൽ രക്തസാക്ഷി എന്ന് വിളിച്ചത് കൊണ്ടും ഒരാൾ അള്ളാൻ്റെ അടുത്ത് കഴിച്ചിലാകൊന്നുമില്ല. അതിന് ഈമാനും ഇഖ്ലാസും അഖീദയും ഒക്കെ ശരിയാകൊക്കെ വേണ്ടി വരും. പിന്നെ ജീവിതം നന്നാകുക വേണ്ടി വരും. ഇരിക്കട്ടെ, വിഷയം അതല്ല. ഇങ്ങനെ ഈ ഗോത്രങ്ങൾ വികസിച്ചു വന്ന രാജ്യങ്ങൾ, ദേശങ്ങൾ വികസിച്ചു വന്ന രാജ്യങ്ങളൊക്കെ തമ്മിൽ തല്ലുന്നതൊക്കെ ജിഹാദും ഇസ്ലാമും ഒന്നും ആകുന്നില്ല എന്നർത്ഥം. പിന്നെ അത് കുഫറാണ്. അത് ഇങ്ങനെ ഈ ഭിന്നത നിലനിൽക്കുന്നിടത്തോളം കാലം മുസ്ലിം ലോകത്ത് കുഫർ വാഴുകയാണ്. ആരാധനാരംഗത്ത് വിശ്വാസ കാര്യങ്ങളിലൊക്കെ ഇസ്ലാം, പക്ഷേ കാര്യം നടപ്പിലാക്കുന്നത് കുഫർ. ഏതുപോലെ? നമ്മളെ വ്യക്തികളുടെ കാര്യം തന്നെ അല്ലേ. നിസ്കാരം നോൻപൽക്കൊക്കെയാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ കാഫിർ, ഹജ്ജിൻ്റെ കാര്യത്തിൽ കാഫിർ, സ്വത്ത് വീതിക്കണ കാര്യത്തിൽ കാഫിർ. അതുകൊണ്ടല്ലേ ഭാര്യനെ പോയിട്ട് രണ്ടാം കെട്ട് കിട്ടിയ സംഭവം വായിച്ചിരുന്നില്ല നിങ്ങൾ? ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് പെൺമക്കൾ മാത്രമുള്ള വാപ്പ പോയിട്ട് പിന്നെ പൊതു നിയമപ്രകാരം ഭാര്യയെ ഒന്നും കൂടി വിവാഹം കഴിച്ചു, രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അനുസരിച്ചാണെങ്കിൽ പിന്നെ സ്വത്ത് പെൺമക്കൾക്ക് മുഴുവൻ കിട്ടും. അങ്ങനെ സ്വത്തിൻ്റെ കാര്യത്തിൽ സ്വത്ത് വീതിക്കുമ്പോൾ കാഫിർ എന്നതുപോലെ രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ കാഫിർ, ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കാഫിർ, ദേശത്തിൻ്റെ കാര്യത്തിൽ കാഫിർ. ഇത് കുഫറാണ്. ഇത് വലിയ പ്രശ്നമാണ്. ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം നിന്ദ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. മുസ്ലിം ഉമ്മത്ത് ഒറ്റ ഉമ്മത്ത്, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ഒരു സമൂഹം, ഒരു നേതൃത്വം, ഒരു ലക്ഷ്യം, റോള് വ്യത്യസ്തമാകാം. മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യത്തെ സമൂഹത്തിൻ്റെ റോളും മുസ്ലിങ്ങൾ വളരെ കുറഞ്ഞ നാട്ടിലെ മുസ്ലിങ്ങളുടെ റോളും ഒക്കെ വേണമെങ്കിൽ വ്യത്യസ്തമാകാം. ആണുങ്ങളുടെ റോളും പെണ്ണുങ്ങളുടെ റോളും ഒക്കെ വ്യത്യസ്തമാകാം. പക്ഷേ ഗോൾ ഒറ്റൊന്നേ പറ്റൂ. അതാണ് ഈ ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന സാമൂഹ്യ കാഴ്ചപ്പാട്. ഇസ്ലാമിക സമൂഹം എന്ന് അള്ളാഹു താല പറയണത് ഇതിനെ പറ്റിയാണ്. അല്ലാതെ ഒരു പള്ളി മദ്രസ ഉണ്ടാക്കിയ ഇസ്ലാമിക സമൂഹം അല്ലേ. ഇസ്ലാമിക് കൺട്രീസ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അശ്ലീല വാക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്ര ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട്? ഖുലഫാഉ റാഷിദുകളുടെ കാലത്ത് എത്ര ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട്? ആ വാക്കന്നെ അശ്ലീലമാണ്. ഒരു പെണ്ണ് എൻ്റെ എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ വാചകത്തിൽ തെറിയൊന്നുമില്ല, പക്ഷേ സംഗതിയിലോ എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ ഭർത്താക്കന്മാരെന്ന് ബഹുവചനായിട്ട് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരെ പറ്റി അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒരു പെണ്ണിന് ഒരു ഭർത്താവേ ഉണ്ടാവുള്ളൂ, വഹദഹു ലാ ശരീക ലഹു. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. എന്നിട്ടോ ഭയങ്കരമായ വിപത്തുണ്ടാകുമ്പോൾ അവർ യോഗം കൂടണമെന്ന് വാർത്ത കണ്ടു. നമ്മൾ ലോകം മുഴുവൻ ഉറ്റുനോക്കി OIC യോഗം കൂടിയിരിക്കണം. OIC യോഗം കൂടിയിട്ട് എന്താ ഉണ്ടായത്? ചായയും പഴംപരിയും കുടിച്ച് പിരിഞ്ഞു. ഇതൊന്നും ശരിയല്ലട്ടാന്ന് പറഞ്ഞു. അത്ര തന്നെ, വേറെന്താള്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ GCC യോഗം കൂടുന്നു. അപ്പോഴും ലോകത്ത് ഭയങ്കര ചർച്ചയായി. GCC യോഗം എത്രാം തീയതി ഇന്നടുത്ത് വെച്ചിട്ട്
ലോകം മുഴുവൻ നിരീക്ഷിച്ചു. അവരും കൂടി പിരിഞ്ഞു. ഇതൊന്നും ശരിയല്ലാട്ടെന്ന് പറഞ്ഞു. ഒരു വ്യത്യാസം ഉണ്ടായി. കഴിഞ്ഞ യോഗത്തിന് പഴംപരിയായിരുന്നു, സമൂസയാണ്. അത്ര വ്യത്യാസം ഉണ്ടാവും. വേറെ എന്താ ഉണ്ടായത്? ഒന്നുമില്ല. ആ നേരത്തെ ഞാൻ പറഞ്ഞ കാട്ടുപോത്തിൻ്റെ സ്ഥിതി തന്നെ. ഇതൊന്നും ശരിയല്ലട്ടാന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്ക. എന്തൊരു നിന്ദ്യതയാണിത്, എന്തൊരു നിന്ദ്യത. അള്ളാഹ് പറഞ്ഞത് എന്താ? ഫലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് എന്ന് പറഞ്ഞ സാധനം തന്നെ അള്ളാഹ്ക്കും പിന്നെ റസൂലിനും പിന്നെ മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. എവിടെ കൂട്ടരെ നമ്മുടെ ഇസ്ലാം? എവിടെ നമ്മുടെ അന്തസ്? എന്തുകൊണ്ടില്ലാതെയായി? ഇസ്ലാമിക സമൂഹം അല്ലാതെയായതുകൊണ്ട് ഇല്ലാതെയായി. ഇസ്ലാമിക സമൂഹം അത് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന സമൂഹമാണ്. അത് ലോകത്തൊന്നേ ഉണ്ടാവുള്ളൂ, കൺട്രീസ് ഉണ്ടാവില്ല. ഇസ്ലാമിക് കൺട്രിയേ ഉണ്ടാവുള്ളൂ അല്ലേ? തുർക്കി ഖിലാഫത്തിൻ്റെ നമുക്കിത് വേഗം മനസ്സിലാവുന്നതല്ലേ. തുർക്കി ഖിലാഫത്തിൻ്റെ കീഴിൽ കിടന്നിരുന്ന സ്ഥലമല്ലേ ഈ പിന്നെ മലബാർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇവിടുത്തെ ഫസൽ പൂക്കോയ തങ്ങൾക്ക് അവിടെ പോയിട്ട് ക്യാബിനറ്റ് മന്ത്രിയാകാൻ പറ്റിയത്. ഇതുകൊണ്ടല്ലേ. ഫലസ്തീന് ഖിലാഫത്തിൻ്റെ കീഴിൽ കിടന്നിരുന്ന സ്ഥലമല്ലേ. ഖിലാഫത്ത് തകർന്നപ്പോഴല്ലേ ഇസ്രായേൽ ഉണ്ടായത്. അതിൻ്റെ മുമ്പ് ഉണ്ടാകുമായിരുന്നത്. തുർക്കി ഖിലാഫത്ത് എല്ലാം തങ്ങിയൊരു സാധനമാണെന്നൊന്നും ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ എന്തായാലും ബാപ്പ ഉള്ളിടത്തോളം കാലം എത്തിമാവില്ല അല്ലേ. ബാപ്പമാരിൽ നോക്കണ വാപ്പിയും നോക്കാത്ത വാപ്പിയും, നല്ല വാപ്പിയും ചീത്ത വാപ്പിയും, നിസ്കരിക്കണ വാപ്പിയും നിസ്കരിക്കാത്ത വാപ്പിയും, കള്ളുടിക്കണ വാപ്പിയും കള്ളുടിക്കാത്ത വാപ്പിയും ഒക്കെ ഉണ്ടായാലുണ്ട്. പക്ഷേ ബാപ്പ ഉള്ളിടത്തോളം കാലം ഒരു കുട്ടി എത്തിമാവില്ല. ബാക്കിയുള്ള പ്രശ്നമൊക്കെ നമുക്ക് വേറെയും പരിഹരിക്കാവുന്നതാണ്. ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ പ്രശ്നം അതാണ്. ആ പ്രശ്നം ഉണ്ടായത് കുഫറിൽ നിന്നാണ്. ഹദീസുകൾ വരുമ്പോൾ വേറെ ചിലത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം മഹ്ദി ഇമാം അല്ലേ, ഇമാം മഹ്ദി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അമീറുഹുമുൽ മഹ്ദിയു എന്നാണ് റസൂലുള്ളാഹിന്റെ പ്രയോഗം. അതിൽ നിന്നുണ്ടായതാണ് ഇമാം മഹ്ദി എന്നുള്ള വാക്ക്. എന്താ ഇമാം മഹ്ദി എന്ന് പറഞ്ഞാൽ? അയാളെ പേരാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പലരും മഹ്ദി എന്ന് പേരൊക്കെ ഇടലുണ്ട്. പേരൊന്നുമല്ല, പിന്നെന്താ? ഹിദായത്തിലാക്കുന്ന നേതൃത്വം എന്നാണ്. മുസ്ലിം ലോകം ഇനി ഏത് വിഷയത്തിലാണ് ഹിദായത്തിലാക്കാനുള്ളത്? മുസ്ലിം ലോകത്ത് തൗഹീദില്ല ഇല്ല, സുന്നത്തില്ല ഇല്ല, ബിദ്അത്തിനെതിരെ ബോധവൽക്കരണം ഇല്ല. ആ ബോധവൽക്കരിച്ച ബിദ്അത്ത് അംഗീകരിപ്പിക്കാനൊരു ആളില്ലാത്ത കേടേ ഉള്ളൂ. അത് തന്നെ കുറച്ച് പൈസ ഒക്കെ കൊടുത്താൽ വേണമെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന കേസാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ബിദ്അത്ത് നടത്തുന്ന ആളുകളിൽ ഇത് ഗൾഫിൽ ചെന്നാൽ ഭയങ്കര തൗഹീദിൻ്റെ ആൾക്കാരാണ് അവർ. ഭയങ്കര തൗഹീദിൻ്റെ ആൾക്കാരാണ് അവർ. ഇവിടെ ഉള്ളൂ അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കല്. കാരണം ഇവിടെ ആളെ കൂട്ടണമെങ്കിലും കൈണ്ടാക്കണമെങ്കിലും ഒക്കെ അങ്ങനെയുള്ള പടിവിദ്യകളൊക്കെ വേണം. അത് പറ്റാത്തടുത്ത് അത് അവിടെ പറ്റാതെ നടക്കും. അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന സംഗതികളാണ്. അങ്ങനെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയും, കരുത്തുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ അതിൻ്റെയൊക്കെ കേസ് എന്ന് പറഞ്ഞത്. മൊത്തത്തിൽ ദീനുൽ ഇസ്ലാമൊക്കെ തിരിഞ്ഞ പഠിച്ച ലോകമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് അപ്ലൈഡ് അല്ല. ഏത് വിഷയത്തിലാണ് നമ്മൾ ഇനി ഹിദായത്തിലാകാനുള്ളത്? ഇതിൽ തന്നെ ഈ കുഫറുണ്ടല്ലോ, ഔസും ഖസറജും തമ്മിൽ വേർപിരിഞ്ഞ് തമ്മിൽ തല്ലിയ അതിനടിസ്ഥാനമാക്കിയ ദേശീയതയും വംശീയതയും ഗോത്രപക്ഷപാതിത്വവും ഒക്കെയാകുന്ന കുഫർ പരിഹരിക്കുകയാണ്. അതുണ്ടെങ്കിൽ ഇനി അതുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ആ വിഷയത്തിൽ നമ്മൾ മൂമിനായിരുന്നെങ്കിൽ, ഇന്നമൽ മൂമിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ ലോകത്തെവിടെ ഉണ്ടെങ്കിലും സഹോദരന്മാരാണ് എന്ന ഖുർആൻ്റെ അധ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ആ വിഷയത്തിൽ ഹിദായത്തിലാക്കുന്ന നേതാവ് എന്നാണ് അമീറുൽ മഹ്ദിയു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമ്മൾ മഹ്ദി ഇമാമ് വരും ഇങ്ങനെ പറഞ്ഞു കേട്ടാൽ വല്ല ദിക്റുകൾക്കൊക്കെ സലാത്തുകൾക്കൊക്കെ വരും എന്നുള്ള കാത്തിരിപ്പാണ്. 2 മഹ്ദി ഉണ്ട് കേട്ടോ. ഒന്ന് ഷിയാക്കൾ പറഞ്ഞൊരു മഹ്ദി ഉണ്ട്. അത് ഇസ്നാശരി, ഇപ്പോൾ ഈ കംനായി ഖുമൈനിയൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. അവരെ ഇമാമ് കുറച്ച് കഴിയുമ്പോൾ ഏതോ മലൻ്റെ ഉള്ളിലുണ്ട് ജീവിച്ചിരിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ പുറത്ത് ചാടും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇന്നൊക്കെ പുറത്ത് ചാടിയെന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ മലൻ്റെ ഉള്ളിൽ കുത്തിരിക്കണ ഒരു മഹ്ദി. എന്നിട്ട് പിന്നെ അതിൽ ചില സിയ ഗ്രൂപ്പുകൾ ആ മഹ്ദി ചെയ്യണ കാര്യം പറയേണ്ടത് അതിനേക്കാളും വലിയ പ്രശ്നമാണ്. എന്താ വെച്ചാൽ മഹ്ദിക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം മദീനയിൽ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും കബറെടുത്ത് മസ്ജിദ് നബവിക്ക് പുറത്ത് കിടണം. എന്നിട്ട് വേണം. അതാണ് മഹ്ദിയുടെ മെയിൻ പണി. കാരണം അബൂബക്കറും ഉമറും ആണ് ഒന്നാമത്തെ കാഫിർ എന്നാണ് വിശ്വാസം. കാരണം എന്താ വെച്ചാൽ അലി വലിയുള്ളയാണ്, അള്ളാൻ്റെ വലി. അപ്പോൾ റസൂലുള്ളാഹിക്ക് ശേഷം നേതാവാകേണ്ടത് അലിയായിരുന്നു. ഇത് അലി റളിയല്ലാഹുവിൻ്റെ കാഴ്ചപ്പാടല്ല കേട്ടോ. അലി റളിയല്ലാഹുവിൻ്റെ ഒക്കെ വഫാത്തിൻ്റെ ശേഷം പിൽക്കാലത്ത് ഉണ്ടായി വന്നൊരു സാധനമായി ഷിയായിസ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഷിയത്ത് അലി എന്നാണ് പണ്ട്. ആ ഷിയത്ത് അലി അല്ല ഇപ്പോഴത്തെ ഷിയാക്കൾ. അതിൽ ഇസ്നാശരി 12 ഇമാമുകളിൽ വിശ്വസിക്കൽ ഇല്ലേ, അങ്ങനെ വരുന്നൊരു സാധനമായി. അപ്പോൾ അതിൽ ആ അലി വലിയുള്ള എന്നുള്ളത് ആരും അംഗീകരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, ഉമർ ഖത്താബ്. അതുകൊണ്ട് ഒന്നാമത്തെ കാഫിർ അബൂബക്കർ, രണ്ടാമത്തെ കാഫിർ ഉമർ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് കുറേ എണ്ണം അതിൽ. എല്ലാവരും ഒരേ കാഴ്ചപ്പാടല്ല, അതിലുണ്ട് കുറേ സംഘടനകളൊക്കെ.
ഇങ്ങനെയുള്ളൊരു മഹദിയുണ്ട്, മദീനയിൽ വന്ന് കുഴപ്പമുണ്ടാക്കണം. അതല്ല റസൂലുള്ള പറഞ്ഞ മഹദി. മഹദി ഇമാമിനെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്, ഇപ്പോഴൊക്കെ വരിക എന്നല്ല, മറിച്ചൊരു സംഭവം ഞാൻ പറയാൻ വേണ്ടി ഇത് പറയുകയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, മുസ്ലിം ലോകത്ത് ഭയങ്കര ചിഹ്ന ഭിന്നമാകും. എത്രത്തോളം വെച്ചാൽ കഅബയുടെ അടിയിലെ നിധിയെടുക്കുവാൻ രാജകുമാരന്മാർ തമ്മിൽ തല്ലുന്നു. കഅബയുടെ അടിയിൽ അങ്ങനെ ഒരു നിധി ഉണ്ടോ? കഅബയുടെ അടിയിലെ നിധിയാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെട്രോളും അവിടുത്തെ സമ്പത്തും ഒക്കെ തന്നെയാണ്. അല്ലാതെ കഅബൻ്റെ ചോട്ട് ഇബ്രാഹിം നബി ഒന്നും കുഴിച്ചിട്ടിട്ടൊന്നുമില്ല. അതിനുവേണ്ടി അധികാര തർക്കം ഉണ്ടാകുന്നതാണെന്നാണ് മനസ്സിലാക്കുക. അതിപ്പോൾ അധികം താമസിയാതൊന്നും ഇപ്പം തന്നെ ഗ്രൂപ്പുകൾ തമ്മിൽ കളിയാണ്. ചില ഗ്രൂപ്പ് ഭയങ്കര ദീനിയാണ്, ചില ഗ്രൂപ്പ് ഭയങ്കര മോഡേൺ ആണ്. ഓരോ രാജകുടുംബങ്ങൾക്ക് മക്കൾക്ക് വിധിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതിൽ ഫഹദ് രാജാവ് ഷിയാക്കളിൽ നിന്ന് കെട്ടിയൊരു പെണ്ണുണ്ട്, അതിലുണ്ടായ മക്കളുണ്ട്. അവരിപ്പോൾ ഭരണത്തിൽ വരാൻ പോവുകയാണ്. അവർ ഭരണത്തിൽ വന്നാൽ കളി മാറും. ആ ടീമാണ് നമ്മളെ ഇവിടുത്തുള്ള മൗലിയരെ ഇവിടെ അല്ലേ ഭയങ്കര വഹാബി വിരോധിയാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ അവിടെ മദീനയിൽ മൗലൂദ് ഓദിക്കുന്നതും കഅബ കഴുകാൻ ഇയാളെ കൊണ്ടുപോയതൊക്കെ ആ ടീമിൻ്റെ പണിയാണ്. അവർ കുറച്ചുകൂടി അധികാരത്തിൽ പിടിമുറുക്കിയാൽ കലഹം ഉറപ്പാ, ഒരു സംശയമില്ല. അത് ഒരുപാട് കാലം ഉണ്ടാവും തോന്നണില്ല ഈ ഐക്യം. പിടിച്ചാൽ നിൽക്കില്ല. ഇപ്പം തന്നെ പൊട്ടാൻ പോയതാണ്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്നവൻ കുറച്ച് ഗഡ്സുള്ളവനായതുകൊണ്ട് എല്ലാവരും കൂടി കൊണ്ടുപോയി ഒരു കൊട്ടാരത്തിലാണ്ട് പൂട്ടിയിട്ടിട്ട് തീരുമാനമാക്കിയിട്ട് ഇവിടുന്ന് പുറത്ത് വിട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് അടച്ചിട്ട് തീരുമാനമാക്കാൻ അവന് കഴിഞ്ഞതുകൊണ്ടാണ്. സൗദി അറേബ്യയുടെ അധികാരത്തിൽ ഭയങ്കര തർക്കം ഉണ്ടാകും, ലോകത്ത് മൊത്തം കലഹവും ഉണ്ടാകും. അപ്പോൾ മൂമിനിങ്ങൾ രംഗത്ത് വരും. അവർ വിമോചനം, അവർ മോചകനെ തേടാൻ തുടങ്ങും. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മഹദീനെ ഓർമ്മയാകുക. എൻ്റെ അതേ മുഖച്ഛായയായിരിക്കും, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനായിരിക്കും, എൻ്റെ പേരുമായിരിക്കും, ഒരു യുവാവുമായിരിക്കും. അപ്പം അന്നുള്ള ആളുകൾ ഏത് കാലത്താണെന്ന് അള്ളാഹു ആയാലും ആളുകൾ കണ്ടെത്തും. റസൂല പറഞ്ഞത് എല്ലാ ലക്ഷണം ഈ കുട്ടിയിലുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരനിലുണ്ടല്ലോ, എന്നാൽ പിന്നെ അവനെ തന്നെ നേതാവാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കും. അപ്പോൾ കുട്ടി ആദ്യം സമ്മതിക്കില്ലല്ലോ. ഖുർആനിൽ തത്തുല്യമായൊരു സംഭവം വേറുണ്ട്. താലൂത്തിനെ രാജാവാക്കാൻ പറഞ്ഞു അള്ളാഹു താല അന്നത്തെ നബിനോട്, ശംബീൽ അലൈഹി സ്വലാമിനോട്. അവനെ വിളിച്ചു വരുത്തി ആടിനെ മേക്കാൻ പോയി കൊടുത്തുന്നു. മോനെ നിന്നെ രാജാവാക്കാനാണ് പറഞ്ഞിരിക്കണോ? രാജാവോ? ഞാനോ? എന്താ ഈ പറയണേ അല്ലേ? അവനാകാം അന്തം വിട്ടിരിക്കുന്നു. അള്ളാൻ്റെ തീരുമാനമാണ്. അവനെങ്ങനെ രാജാവാകുന്നു? ഞങ്ങളെ മേലെ ഒന്ന് മറ്റൊരു. കാരണം ഞങ്ങൾക്കല്ലേ കൊട്ടാരമുള്ളത്, കുപ്പായുള്ളത്. ഓൻകാണോ? ഓന് പണമുണ്ടോ? എന്നൊക്കെ വലം യൂത്ത സാഴ്ത്തം മിനൽ മാൽ സാദഹു ഫിൽ ഇൽമി വൽ സാദഹു ബസ്തത്തം ഫിൽ ഇൽമി വൽ ജിസ്മി. ഓന് സമ്പത്തും വിജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അള്ളാൻ്റെ മറുപടി. അങ്ങനെ ഒന്നുമല്ലാത്ത താലൂത്ത് രാജാവാകുകയും ആ താലൂത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ബനി ഇസ്രായേലാകുന്ന മുസ്ലിം സമൂഹം ഏകീകരിക്കുകയും ആ ഏകീകരിക്കാൻ വേണ്ടി ഏകീകരിച്ചിട്ട് അന്നത്തെ ഏറ്റവും വലിയ ശത്രുവായ ഗോലിയാത്ത് എന്ന് ബൈബിളിൽ പറയുന്ന ഖുർആനിൽ പറയുന്ന ജാലൂത്തിനെ നേരിടാൻ പോകുമ്പോഴാണ് ദാവൂദ് അലൈഹിസ്സലാം 16 വയസ്സായൊരു കുട്ടി രംഗത്ത് വരുന്നത്. പിന്നെയാണ് നബിയാകുന്നത്. ഖത്തല ദാവൂദ് ജാലൂത്ത് സൂറത്ത് ബഖറയിൽ അല്ലേ. ഇതേപോലെ ഒരു സീന് ആവർത്തിക്കപ്പെടും. മസീഹുദ്ദജ്ജാൽ. എന്താ മസീഹുദ്ദജ്ജാൽ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ഇനിയുള്ള കാലത്ത് നമ്മൾ ധാരാളം പഠിക്കേണ്ടി വരും. നമ്മൾ 5 വക്തിൽ ഓതുന്ന സലാം പെട്ടണതിന് മുമ്പ് പറഞ്ഞ വർത്താനല്ലേ, വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാൽ എന്ന്. സൂറത്തുൽ കഹ്ഫ് ഓതുന്നവന് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞിട്ടില്ലേ റസൂലുള്ളാ? അത് പഠിക്കണം നമ്മളത്. മസീഹുദ്ദജ്ജാൽ എന്താ? ഡ്യൂപ്ലിക്കേറ്റ് മസീഹ്. ഒറിജിനൽ മസീഹ് ആരാ? മസീഹ് ഈസബിന് മറിയം. തൗറാത്തിലുള്ളതാണ്. മസീഹ് ഈസബിന് മറിയം വരുന്നു. വന്നപ്പോൾ ജൂതന്മാർ അംഗീകരിച്ചില്ല. കാരണം അവർക്ക് പറ്റാത്ത വർത്താനൊക്കെയാണ് പറയുന്നത്. ജനിച്ചപ്പോൾ കൊണ്ടാടി അത്ഭുത കുട്ടിയായിട്ട് തൊട്ടിലിൽ വെച്ച് കിടന്ന് സംസാരിച്ചപ്പോൾ. പക്ഷെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ പല കാട്ടിക്കൂട്ടലുകൾക്കും ശിർക്കിനും ബിദ്അത്തിനും ഒക്കെ എതിരാണ് ഈസാ നബി. അപ്പോൾ ജാരസന്തതിയാണ്, പേച്ച് പെറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് മറിയം ബീവിനെയും ഈസാ നബിനെയും ദ്രോഹിക്കുകയും ശത്രുക്കൾക്ക് കൊല്ലാൻ വേണ്ടി ഒറ്റുകൊടുക്കുക വരെ ചെയ്തു. അള്ളാഹു താല രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു സ്കോപ്പ് ഇനിയും കിടക്കുകയാണല്ലോ. ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി ജൂതന്മാരോട് സയനിസ്റ്റുകൾ പറഞ്ഞത് നിങ്ങളെ കിതാബിൽ പറഞ്ഞ ഇസ്രായേൽ വാഗ്ദത്ത ഭൂമി ഇത് ഉണ്ടായിക്കണം ഇങ്ങോട്ട് പോരുന്നാണ്. അത് പറഞ്ഞിട്ടാണ് കൊച്ചിയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും വരെ ആൾക്കാരാണ്ട് പോയത് കിതാബ് പറഞ്ഞത്. ഇത് സയനിസ്റ്റുകൾ കെണിവെച്ചതാണ് അമേരിക്കക്ക് ഗുണ്ടാപ്പണി എടുക്കാൻ വേണ്ടി ഒരു ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്ന പോലെ ഒരു സയനിസ്റ്റ് നേതാവ് ഉടനെയാണെങ്കിൽ ചെങ്ങായി തന്നെ ആവും. കാരണം ഓനിപ്പോൾ പോകുന്നത് മഹദിയാകാനാണ്. എന്തിനാ? ഇസ്രായേലിൻ്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ചു. ഇനി ഇസ്രായേലിനെ പേടിക്കാൻ ആരുമില്ല എന്ന അവസ്ഥ ഞാനുണ്ടാക്കി. അതുകൊണ്ട് ഞാനാണ് വഗ്ദത്ത മഹദി എന്ന് ഈ പോക്ക് പോയ അടുത്തന്നെ ചെങ്ങായി പറഞ്ഞുകൂടാ ഇല്ല ബഹുൽ. അപ്പോൾ അത് വിശ്വസിക്കാനും കുറേ ആൾക്കാരുണ്ടാകും. കാരണം സയനിസ്റ്റുകൾക്ക് കിതാബും അവരെ സുന്നത്തും അവരെ കിതാബും ഒന്നുമല്ല പ്രമാണം, അവരെ വംശീയതയാണ്.
യഥാർത്ഥ മതജൂതന്മാർ അവർക്ക് എതിരുമാണ്. ഇസ്രായേലിൽ പോലും, ഫലസ്തീനിൽ പോലും, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അവർക്കെതിരാണ്. ഞങ്ങളെ പേരും പറഞ്ഞ ആളെ കൊല്ലണ്ടെന്നൊക്കെയാണ് അവർ പ്രകടനം നടത്തുമ്പോൾ ബാനർ പിടിക്കൽ. അങ്ങനെ ഉണ്ടാകുന്ന ഫിത്ന ഉണ്ടാക്കുന്ന മസീഹ് ദജ്ജാൽ, ഡ്യൂപ്ലിക്കേറ്റ് മസീഹ്, ആ ഡ്യൂപ്ലിക്കേറ്റ് മസീഹിനെ നേരിടാൻ എന്ത് വേണം? മുസ്ലിം ലോകത്ത് ഈ പറഞ്ഞ കുഫറാണുള്ളത്. ഏത് കുഫർ? ഈമാൻ കാര്യത്തിലെ കുഫറല്ല, സാമൂഹ്യ രംഗത്തെ കുഫർ. ഗോത്രം, വംശം, ദേശം, ഭാഷ, ഇതിൻ്റെയൊക്കെ പേരിൽ ഭിന്നരായി തമ്മിൽ തല്ലുന്ന കുഫർ, ഔസിനെയും ഖസ്റജിനെയും അല്ല താക്കീത് ചെയ്ത കുഫർ. ആ കുഫറിൽ നിന്ന് അവരെ രക്ഷിച്ച് ഏകീകരിച്ച് ഒറ്റ സമൂഹമാക്കും. എന്നിട്ട് പോകും ഈ മസീഹ് ദജ്ജാലിൻ, ഫിത്ന ഉണ്ടാക്കുന്ന മസീഹ് ദജ്ജാലിനെ നേരിടാൻ. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് നുസൂൽ ഈസ ബിൻ മറിയം. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഇറക്കത്തിനെ കുറിച്ച് അല്ലേ ആളുകൾ വിവരമില്ലാതെ പല അഭിപ്രായം പറയലുണ്ട്. സഹിയായ 20ഓളം ഹദീസുകൾ സയ്യിദ് മൗദൂദിയുടെ തഫീമുൽ ഖുർആനിൽ അപ്പൻഡിക്സ് ആയിട്ടുണ്ട്, ഖത്തമുൻ നുബുവത്ത്, അതിലുണ്ട് ഈസാ നബിയുടെ ഇറക്കത്തെക്കുറിച്ച് പറഞ്ഞ സഹിയായ ഹദീസുകൾ. ഒന്ന് എടുത്ത് വായിച്ചു നോക്കി, അപ്പം മനസ്സിലാവും ഈസാ നബിയുടെ ഇറക്കം എന്തിനാണ്. ഈസാ നബി തന്നെ ഇറങ്ങേണ്ടി വരും. വേറെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വന്നാൽ പോലും ഒരു കാര്യം ഉണ്ടാവില്ല. വരേണ്ടത് ഈസാ നബി തന്നെയാണ്. ഈസാ നബി വരുന്നതോടുകൂടി മുസ്ലിങ്ങൾ മൊത്തം ലോകത്തിന് ഖിയാമത്തിൻ്റെ അലാമത്ത് ബോധ്യമായി. എന്നെ ആരും ക്രൂശിച്ചിട്ടില്ല എന്ന് പറയുന്നതോടുകൂടി 200 കോടിയിലധികം വരുന്ന ക്രിസ്ത്യൻ സമൂഹം അടിത്തറ പോയി. കുരിശ് പൊട്ടിക്കുന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. കുരിശ് പൊട്ടി, പിന്നെ കുരിശില്ല. ഒമാ ഖത്തലൂഹു ഒമാ സലബൂഹു വലാക്കിൻ ശുബ്ബിഹലും, കൂട്ടത്തോടെ. പിന്നെ സ്വർണം ഒഴുക്കുന്നാണ്. ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ മര്യാദ തക്കാത്ത് കൊടുത്താൽ തന്നെ ഒഴുകും സ്വർണം. ഇതിലും വലിയ സമൂഹം ക്രിസ്ത്യാനികളും കൂടി തക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയാലോ മുഅ്മിനീങ്ങളായിട്ട്. ബാക്കി ചെറുകിട അലക്കുൽത്ത് മതങ്ങളുണ്ട് കുറേ, അതൊക്കെ ഈ പ്രവാഹത്തിൽ കൂടും. പിന്നെ ആകെ ബാക്കിയാക്കുക ഈ മസീഹ് ദജ്ജാലിൻ്റെ ഇസ്രായേലും പിന്നെ ഓനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരുണ്ട് നമ്മളവിടെ. വസ്വുൽ ഹിന്ദ്, ഈസാ നബിക്കുള്ളൊരു അണിയായിട്ട് ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട് അല്ലേ. അത് വലിയ വിമർശന വിധേയമാകില്ല, നമുക്കൊന്നും പറയാനില്ല. ഈ ക്രിസ്ത്യാനികളുടെ ആചാര്യൻ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന മുഹമ്മദ് നബി പറഞ്ഞതാണ്. ഇപ്പം പിന്നെ അതിന് മുഹമ്മദ് നബീനെ ചീത്ത പറഞ്ഞ എന്തിനാ? ഇപ്പം നിങ്ങൾ പറ്റൂലെങ്കിൽ ചെയ്യണ്ടെന്നേ, ചെയ്യാതിരുന്നാൽ പോരെ. മുഹമ്മദ് നബി യേശു ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നു മുഹമ്മദ് നബി പറഞ്ഞു എന്നാണ്. മുഹമ്മദ് നബി പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, അല്ലാതെ ഞാൻ യുദ്ധം ചെയ്യുന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തായാലും അങ്ങനെ ഒന്നുണ്ട്, അതിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കെട്ടിപ്പിടിക്കാനും മുത്തം കൊടുക്കാനും ആകെ ഇതേ ഉള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ ഇസ്രായേലിനെ സ്നേഹിക്കുന്നത് ഗുണ്ടയെ സ്നേഹിക്കുന്നത് പോലെയാണ്. ഈ ഗുണ്ടനെ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. നമ്മൾ ആരെയും ഒന്ന് തല്ലാനോ കൊല്ലാനോ വേണ്ടിയിട്ട് ഒരു ഗുണ്ടനെ സംഘടിപ്പിച്ചു. അവനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്തിന്? ആരാണ്? അതിൻ്റെ ഫോട്ടോ അഡ്രസ്സോ എന്തൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ, തല്ലാനും കൊല്ലാനും ഒക്കെ. അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയാണെന്നാണ് എൻ്റെ വിചാരം, എനിക്കറിയില്ല. പിന്നെ എങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അവന് വന്നപ്പോൾ തന്നെ ചായയോ ഹോർലിക്സോ എന്ത് വേണമെങ്കിലുമൊക്കെ കൊടുത്തു അല്ലേ. ചോറിൻ്റെ അതിനാണെങ്കിൽ ചോറ് കൊടുത്തു. അല്ല ഇനി രാത്രി ഞാൻ രാവിലെ പോകണുള്ളൂ, എന്നാൽ ഇവിടെ കിടന്നോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. കാരണം എന്താ, അവൻ നമുക്ക് വേണ്ടി ഒരു പണിയെടുക്കാൻ വന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഗുണ്ടക്കാരെങ്കിലും മോളെ കെട്ടിച്ചു കൊടുക്കുമോ? അതൊന്നുമില്ല. എന്ന പോലെ അമേരിക്ക ഗുണ്ടാപ്പണിക്ക് ഇസ്രായേലിന് എന്തും കൊടുക്കും. പക്ഷേ നമ്പൊന്നുമില്ല യൂറോപ്യന്മാർ ഈ സയനിസ്റ്റുകളെ. കാരണം അവർക്കറിയാം, പണ്ട് തന്നെ ഹിറ്റ്ലറുടെ കാലം മുതൽ അതിൻ്റെ മുമ്പ് തന്നെ അവർക്കറിയാം. അതുപോലെ ഗുണ്ടാപ്പണിക്ക് മിഡിൽ ഈസ്റ്റിൽ അറബികളെ മുസ്ലിങ്ങളെ പേടിപ്പിക്കാൻ ഒരു ഗുണ്ട അവിടെ വേണം, ഞങ്ങൾ പറയും പോലെ കേൾക്കണേ. അതാണല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്തോളൂല്ലേ യുദ്ധം? അല്ല, അമേരിക്കയാണ് യുദ്ധം ചെയ്യണത്. അമേരിക്കയാണ് ഇറാനോട് യുദ്ധം ചെയ്യണത്. യുദ്ധം ഉണ്ടാക്കിയത് തന്നെ അതിനാണ്. ഇങ്ങനെയുള്ള ഈ സാധനത്തോട് അത് മൂത്ത് മസീഹ് ദജ്ജാലാകുമ്പോൾ ഒറിജിനൽ മസീഹ് വന്ന് യുദ്ധം ചെയ്യും, കൊല്ലാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്നാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്. എന്തായാലും ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ അമീറുഹുമുൽ മഹ്ദി അദ്ദേഹം ചെയ്യുന്ന പണി എന്താ? ദേശാതിർത്തികൾക്കപ്പുറത്ത്, വംശങ്ങളും വർഗങ്ങളും പരിഗണിക്കാതെ, ദേശവും ഭാഷയും പരിഗണിക്കാതെ അല്ലേ, ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, മുസ്ലിം ഉമ്മത്തിനെ ഏകീകരിക്കുകയാണ്. ഈസാ നബിയെ കാണുമ്പോൾ മസീഹ് ദജ്ജാൽ ഉപ്പുരുകും പോലെ ഉരുകുന്നുണ്ട് സഹിയായ ഹദീസിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിവിടെ വരണം, നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞൊന്ന്. ഞാൻ വരുന്നതിൻ്റെ മുമ്പ് എന്നെ വേറൊരുത്തം വന്നിട്ട് ഞാനാന്നും പറഞ്ഞിട്ട് നാസർ അബ്ദുല്ല ചെറുകരയാണെന്നും പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ് തുടങ്ങി. ഓൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കയറി വരുന്നത്. ഓനക്കറിയാലോ ഞാനല്ലാന്നു അല്ലേ. എന്നതുപോലെ തൗറാത്തിൽ പറഞ്ഞ മസീഹാണ് ഞാനെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച മസീഹ് ദജ്ജാലിന് അറിയാലോ ഓനല്ല മസീഹ് എന്നുള്ളത്. ഒറിജിനൽ മസീഹിനെ കാണുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മസീഹ് ഉരുകും, ഒരു സംശയമില്ല. ഇതൊക്കെ വേണ്ടത്ര പഠിക്കാതെ അതും കൂടി ഇനി വന്ന് ഈസാ നബിയുടെ ഒരു സംഘടനയും കൂടി ഉണ്ടായി ആ കുഴപ്പം കൂടി ഉണ്ടാവുക പഠിച്ചോനെ എന്നൊക്കെ തമാശ പറയണ ഉലമാക്കളെ തന്നെ കാണാം. പഠിക്കാഞ്ഞിട്ടാണ്. ഉലമാക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
എന്തായാലും ഇപ്പം തർക്കം ഉണ്ടെങ്കിലും അന്ന് തർക്കം ഉണ്ടാവില്ല. സൂര്യോദയത്തിൻ്റെ കാര്യം അല്ലേ, സൂര്യാസ്തമയത്തിൻ്റെ കലണ്ടർ, മഗ്‌രിബിൻ്റെ കലണ്ടർ അല്ലേ, മഗ്‌രിബ് ബാങ്കിൻ്റെ സമയം എത്ര കലണ്ടറിൽ എത്ര രീതിയിലാണ്. പക്ഷേ അസ്തമിച്ചാൽ ഇപ്പം അസ്തമിച്ചാൽ ഞങ്ങളെ സൂര്യനല്ല എന്നാരെങ്കിലും പറയലുണ്ടോ? സൂര്യൻ ഉദിച്ചാലോ ഉദയ സമയത്തിലും ഉണ്ടല്ലോ വ്യത്യാസം. ഇപ്പോൾ ഉദിച്ചത് ഞങ്ങളെ കലണ്ടറിൽ പറഞ്ഞ സൂര്യനല്ല, അത് വേറെ സൂര്യൻ വരാണ്ട് എന്നാരെങ്കിലും പറയുമോ? എന്ന പോലെ ഈസാ നബി വരുമ്പോൾ ഈ തർക്കമൊന്നും ഉണ്ടാവില്ല. കാരണം അത് തർക്കം തീരുന്ന സമയത്താണ് വരിക. ഇതൊക്കെ ലോകത്ത് നടക്കാനുള്ളതാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ ഇപ്പോൾ ഖിയാമത്ത് നാളെ ഇരിക്കണമെന്ന് പറയാനല്ല, അല്ല. അങ്ങനെ ഒരു വർത്താനുണ്ട്. ഞങ്ങളവിടെ ഒരാളെ കുറിച്ച് പറയലുണ്ട്. മൂപ്പര് പിന്നെ വയലു പറഞ്ഞൊന്നാണ്, മക്കളെ ഖിയാമത്ത് നാൾ എടുക്കാനായിരിക്കുന്നത്, ഇനി തെങ്ങൊന്നും വെക്കണ്ട, വാഴ വെച്ചാൽ മതിയെന്ന്. മൂപ്പരെ പേരക്കുട്ടി വെച്ച തെങ്ങ് കഴിച്ചു പോയി എന്നാണ് ആളുകൾ തമാശ പറഞ്ഞതാണ്. മറ്റാൾ അറിഞ്ഞിരിക്കണമെന്ന് അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഏതായാലും ഞാനിതൊരു സദസ്സിൽ പറഞ്ഞു, ഒരിക്കൽ പെണ്ണുങ്ങളൊക്കെ ഉള്ള. അപ്പോൾ കൂനിക്കൂടിയിരിക്കുന്ന ഒരു വല്യമ്മ തല കണ്ട് പൊക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മേ വയല് കേട്ട് വന്നിട്ട് വിത്തിന് വെച്ച പയറ് പുഴുങ്ങി തിന്നു. പയറ് നടാനൊന്നും ഇനി കാലല്ല, ഇവിടെ ലോകം അവസാനിക്കാൻ പോകും. അങ്ങനെയൊന്നുമല്ല. അനവസായത്തൊക്കെ ഹാത്തയിനി, ഞാനും ഖിയാമത്ത് നാളും ഇങ്ങനെയാണെന്ന് റസൂലുള്ള പറഞ്ഞു എന്നാണ് പറയല്. സഹിയായ ഹദീസാണത്. അതിൻ്റെ ഉള്ളിൽ 1400 ചില്ലാൻ കൊല്ലം കൊണ്ടെങ്കിലേ ഒരു 100 കൊല്ലം കൂടിയൊക്കെ കൊള്ളണേന് വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല. അനവസായത്തൊക്കെ ഹാത്തയിനി എന്ന് പറഞ്ഞാൽ എന്താ? ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് വഖദ് ജാ അശ്റാത്തുഹ എന്ന് പറഞ്ഞത് ഖാത്തമുൻ നബിയീന് വന്നു, അവസാനത്തെ നബി വന്നു, ലാസ്റ്റ് ബസ് പോയി എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ നബി വന്നു, ഇനി നബി വരാനില്ല. അതിൻ്റെ ഇടയിൽ ഖിയാമത്ത് നാളിൻ്റെ ഇടയിൽ ഇനി പുതിയൊരു നബി വരാനില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലാതെ തീരാൻ പോകണമെന്നല്ല. ലോകത്തിന് മാറേണ്ടി വരും. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? അതുകൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ലോകകാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനെന്ത് വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ലോകത്തെ, അവൻ്റെ ഉമ്മത്തിനെ റീബിൽഡ് ചെയ്യണം. പൊളിച്ചു പണിയും, ഒരു സംശയമില്ല. യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും അല്ലേ, വൈൻ തവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും. നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ വേറെ ആളെ കൊണ്ടുവരും. ഇത് റീബിൽഡ് ചെയ്യണം. റീബിൽഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അടിത്തറ വരെ മാന്തി പുറത്തിട്ടിട്ട് വേറെ, അങ്ങനെയല്ലേ നമ്മൾ വീട് റീബിൽഡ് ചെയ്തത്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, റീബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിലതുണ്ടാവും. ചിലപ്പോൾ അമ്മ പറയും, ആ വാതിൽ കളയേണ്ട മക്കളെ, മുൻവാതിൽ അത് വാപ്പ തേക്കൊണ്ട് അല്ലേ, അവിടുന്ന് കൊടുന്ന തേക്കൊണ്ട്, ഇവിടുന്ന് കൊടുന്ന തേക്കൊണ്ട്, ഈട്ടിയുണ്ട്, പ്രത്യേകം പോയി പണിപ്പിച്ച് വെച്ചതാണ്, ഒരു കേടുമില്ല, അതവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പറ്റുമെങ്കിൽ ബാക്കിലെ ഡോറെങ്കിലും ആക്കിക്കൊള്ളി, അല്ലെങ്കിൽ ഒരു റൂമിന് വെച്ചാളി, അത് കളയണ്ട എന്ന് പറയും. ചില ജനൽ കളയണ്ട എന്ന് പറയും. കട്ടിൽ അല്ലേ, മേശ വട്ടത്തിലുള്ള നല്ല എന്തോ ഒരു പ്രത്യേക തരം കാലുള്ള മേശയാണ്, അത് കളയണ്ട, ഒന്ന് പോളിഷ് ചെയ്താൽ മതി എന്ന് പറയും. ഉമ്മ പറയും അല്ലേ, അത് കളയണ്ട. വാപ്പ പറയും അത് കളയണ്ട മക്കളെ, അതവർക്കാണ്ട് കളയാൻ കഴിയില്ല അല്ലേ. പറമ്പ് നന്നാക്കുമ്പോൾ ആ തെങ്ങ് ഒഴിവാക്കി അതവിടെ നിന്നോട്ടെ അല്ലേ, നല്ല ഐറ്റം തെങ്ങ് ഞാൻ കുറ്റിയാടിയിൽ നിന്ന് കൊടുന്ന് വെച്ചതാണ് എന്നൊക്കെ അങ്ങ് പറയും. ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു പണിയുണ്ട്. അതെന്താ? റീബിൽഡ് ചെയ്യപ്പെടുമ്പോൾ ഒഴിവാക്കേണ്ടാത്തതിൽ ഉൾപ്പെടുക എന്നത്. അതുതന്നെ തട്ടി നീക്കേണ്ടവരല്ല നാം. അള്ളാഹുവിൻ്റെ പിന്തുണയും സഹായവും കൊണ്ട് വളർന്നു വരേണ്ടവരാണ് നാം എന്ന അവസ്ഥ നമ്മൾ നമ്മുടെ ഈമാനിൽ കൈവരിക്കുക. അഥവാ നമ്മുടെ ഈമാനിനെ നമ്മൾ റീബിൽഡ് ചെയ്യുക, ഈമാനിനെ പുതുക്കുക. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കൊന്ന് നന്നാക്കി പഠിച്ച് മനസ്സിലാക്കി ചൊല്ലി അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് ഈമാൻ പുതുക്കുക. എന്നിട്ട് അല്ലാഹു തആലാക്ക് തുടച്ചു നീക്കേണ്ടവനല്ലാത്തവനായിത്തീരുക. എങ്കിൽ ലോകത്തെന്ത് സംഭവിച്ചാലും നമ്മളെ ബാധിക്കില്ല. അങ്ങനെയാണല്ലോ. ലോകം മുഴുവനും കൂടി വിചാരിച്ചാലും നമ്മളൊരാളെ നരകത്തിൽ പറഞ്ഞയക്കാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഉദാഹരണമല്ലേ ആസിയ ബീവി. ലോകം കണ്ട ക്രൂരനും ശക്തനുമായ ഒരുത്തന് അവൻ്റെ കെട്ടിയോളെ നരകത്ത് പറഞ്ഞയക്കാൻ കഴിഞ്ഞോ? അതാണല്ലോ മാതൃകയായി പറഞ്ഞത്. ലോകം എന്തായാലും ശരി, നമ്മളെ റീബിൽഡ് ചെയ്യും അല്ലേ. പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇൻ അറത്ത ബി ഫിത്നത്തിൻ ഇഖ്ബിദ്നാ ഗൈറ മഫ്തൂനി. ഈ ഉമ്മത്തിന് നീ ഫിത്നയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫിത്ന ബാധിക്കാത്തവരായിട്ട് വേണേ ഞങ്ങളെ പിടികൂടാൻ. നശിപ്പിക്കുകയാണെങ്കിൽ അല്ലേ, നബിമാരെ രക്ഷപ്പെടുത്തി. അല്ലദീന ആമനൂ മഅഹു, അള്ളാഹു നബിമാരെയും അവരോടൊപ്പം വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തി. ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ദാ ഏതാനും സമയമുള്ളൂ, അലൈസ സുബ്ഹു ഖരീബ് മൗഇദുക്കുമുസ് സുബ്ഹ്, സുബൈക്ക് മുമ്പ് മുഅ്മിനീങ്ങളെയും കൂട്ടി ഇവിടുന്ന് മാറിക്കോ. അങ്ങനെ മാറ്റി, ശിക്ഷിച്ചില്ല, രക്ഷിക്കുകയാണ് അല്ലാഹു തആല ചെയ്തത്. ബിറഹ്മത്തിൻ മിന്നാ, നമ്മുടെ കാരുണ്യത്താൽ. അങ്ങനെ ലോകത്തെന്ത് സംഭവിച്ചാലും ശരി,
അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരാകുന്ന വിധം ജീവിക്കുക. അതിനെന്താ വേണ്ടത്? അതിന് നമുക്ക് പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. ഖുർആൻ പഠിച്ചാൽ പോരാ, ഖുർആൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക സാധ്യമായിടത്തോളം. അതിൻ്റെ അപ്പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പണിയെടുക്കുക. ഉമ്മത്ത് മുസ്ലിമയെ യഥാർത്ഥ ഉമ്മത്ത് മുസ്ലിമയാകാൻ പണിയെടുക്കുക. അള്ളാഹുവിൻ്റെ ദീനിൽ യുളിഹറഹു അല ദീനി കുല്ലി, ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കുക. എന്നിട്ട് അതിൽ എന്താണോ സംഭവിക്കേണ്ടത് അതങ്ങ് സംഭവിച്ചും കൊള്ളുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഈമാനിനെ റീബിൽഡ് ചെയ്താൽ ലോകത്ത് അള്ളാഹു തആല എങ്ങനെ റീബിൽഡ് ചെയ്താലും നമ്മളെ ബാധിക്കുകയില്ല. അല്ലെങ്കിലോ നമ്മുടെ ഈമാന് അത് നമ്മൾ നോക്കേണ്ടതാണ്. അത് നമ്മൾ നോക്കണില്ലെങ്കിൽ ലോകത്ത് എത്ര നല്ല വാർത്തകൾ വരാനുള്ള അവസരങ്ങൾ ഉണ്ടായാലും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും മുസ്ലിം ലോകം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അന്തംകട്ട പോക്കിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിങ്ങനെ ഇരുന്ന് ദ്വാരിക്കുക അല്ലേ? ഫലസ്തീനികൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുക, പിഞ്ചു പൈതങ്ങൾ. എന്നിട്ട് അത് ഷിയാ സുന്നി, എന്ത് ഈ കുട്ടികൾക്ക്, ആ സ്കൂളിലെ കുട്ടികൾ എന്ത് ഷിയാ എന്ത് സുന്നി, അവർക്ക് പിഞ്ചു പൈതങ്ങൾ. എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹിനോട്, പഠിച്ചോനെ ഇജിതൊന്നും കാണില്ലേ എന്ന്. അള്ളാഹ് അതിൻ്റെ മുമ്പ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞിരിക്കണ്, നിങ്ങളിതൊന്നും കാണില്ലേ എന്ന്. ദുആ നമ്മളെ മെയിൻ പരിപാടിയാണ്. ദുആ ആയത്തന്നെ നമ്മൾ ഓതുന്നു. റമദാൻ മാസത്തിൽ പല വട്ടപ്പങ്ങൾ കേട്ട് കഴിഞ്ഞു. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. റമദാൻ മാസത്തിൽ ധാരാളം കേൾക്കും. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കൂ ഞാൻ അടുത്ത് തന്നെ ഉണ്ടെന്ന്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, അവരെന്നെ വിളിച്ചാൽ ഞാൻ വിളി കേൾക്കും. ശരിയാണ്, നല്ല വർത്താനാണ്. ബാക്കി എന്തെന്നാ? വൽയസ്തജീബു ലി വൽയുമിനു ബി, ആദ്യം അവർ എൻ്റെ വിളിക്കുത്തരം ചെയ്യട്ടെ, ഞാൻ വിളിച്ചതിന് വരട്ടെ, എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യട്ടെ. വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ, എന്നാൽ അവർ ഹിദായത്ത് പ്രാപിച്ചേക്കാം. എന്തിനാ അള്ളാഹ് നമ്മളെ വിളിക്കണത്? അതും അള്ളാഹ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ പറയണ്ടല്ലോ. ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅഅക്കും ലിമാ യുഹീക്കും, അള്ളാഹും റസൂലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യുക. എന്തിന്? ലിമാ യുഹീക്കും, നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യത്തിന് എന്ന്. മുസ്ലിം ലോകത്ത് നിങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിക്കണം, അള്ളാഹ് വിളിച്ചതിന് ചെല്ല്, എങ്കിൽ ജീവിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഹലാക്കായിരിക്കും ഫലം നർത്തം. അള്ളാഹു നമ്മളെ വിളിക്കുന്നത് അതിനാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിളിക്ക്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിന്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിന് അനുകൂലമായിട്ട് പൊതുബോധ നിർമ്മിതിക്ക്, അള്ളാഹുവിൻ്റെ എതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറ. ഇതൊക്കെ ചെയ്താൽ തന്നെ ദീന് വിജയിക്കും. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദീന് വളരെ സിമ്പിളാണ്, സത്യമാണല്ലോ. ഈ സത്യം പറയുക, സത്യം ഒരാളെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഉദിച്ചതിൻ്റെ ശേഷം പോയിട്ട് നേരം വെളുത്തിരിക്കണ മോനെ എണീറ്റോ എന്ന് പറയലാണ്. നമ്മൾ പറയണത് നമ്മളെ കൊണ്ട് തന്നെ അംഗീകരിക്കണം എന്നുണ്ടോ? അതൊന്നുമില്ല. പിന്നെയോ നമ്മൾ പറയണത് പുതച്ചു മൂടിക്കിടക്കുന്നവൻ ഒരു കണ്ണുകൊണ്ട് മെല്ലെ ഒന്ന് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ തന്നെ ബോധ്യം വരും നമ്മൾ പറഞ്ഞത് സത്യമാണ്. അങ്ങനെയല്ലേ? അതേ സമയത്ത് നമ്മൾ അവനോട് പറയുന്നത് നേരം വെളുത്തിട്ടൊന്നുമില്ല മോനെ, ഉറങ്ങിക്കോ, ഞാൻ പറയുമ്പോൾ എണീറ്റാൽ മതി, കൂരാക്കൂരി ഇരുട്ടാണ്, ഉറങ്ങിക്കടാ എന്നാണ് പറയണതെങ്കിൽ നമുക്ക് പേടിയുണ്ടാവും. ഈ പഹയനെങ്ങാനും പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുതപ്പ് നീങ്ങിയിട്ടെങ്കിലും ജനലിലൂടി വരുന്ന ഒരു പ്രകാശരശ്മി എങ്കിലും ഓൻ കണ്ടുകളിയോ, പേടിയാവും. കുഫറിൻ്റെ ആളുകൾക്ക് മുഴുവൻ പേടിയാണ്. അതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അവർ കെട്ടിപ്പൊക്കിയതും തട്ടിപ്പടച്ചുണ്ടാക്കിയതും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതും ഒക്കെ ഖുർആനിൻ്റെ ഒരു വാക്കുകൊണ്ട് പൊളിയും ചിലപ്പോൾ. അതുകൊണ്ട് ഇസ്ലാമിനെ പേടിയാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞത് അതാണ്. മുസ്ലിങ്ങൾ ഇത് ലോകം മൊത്തം കൊണ്ടുപോകുന്ന അവർക്ക് പേടിയാണ്. പക്ഷെ നമുക്കങ്ങനെ വല്ല വിവരമുണ്ടോ? ഇതാണ് സത്യം. ദീനീ പ്രബോധനം എന്ന് പറഞ്ഞാൽ അതാണ്. നേരം വെളുത്തതിൻ്റെ ശേഷം പോയിട്ട് ഇരുട്ടിൽ കിടന്നുറങ്ങുന്നവനോട് എടോ എണീറ്റോ നേരം വെളുത്തോ എന്ന് പറയലാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. കുഫറിൻ്റെ പ്രബോധനം എന്ന് പറഞ്ഞാലോ നേരെ തിരിച്ചാണ്. നേരം വെളുത്തിട്ടൊന്നുമില്ല, അജി കിടന്നോ എന്ന് പറയലാണ്. വളരെ എളുപ്പമുള്ള പണിയാണ്. മുഴുവൻ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. ഒരു സൂചന കിട്ടിയാൽ അയാൾ പറഞ്ഞത് ശരി തന്നെയാണെന്ന് അവർക്ക് നമ്മൾ പറഞ്ഞതിനേക്കാളേറെ ബോധ്യം വരും.
ഇതാണ് അള്ളാഹു താല നമ്മളോട് പറയുന്ന പണി. ഖുർആൻ നമുക്ക് ഏൽപ്പിക്കുന്ന പണി ഇതാണ്. അത് നമ്മളിൽ നിന്ന് തുടങ്ങണം. അതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ ഖുർആൻ ആഴത്തിൽ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, പഠിക്കാനായി ഒഴിഞ്ഞിരിക്കണം. ഒഴിവുണ്ടോയെന്നാണ്. ആഴ്ചയിൽ പിന്നെ രാവിലെ 10 മണി മുതൽ 4 മണി വരെ. ഇപ്പം മലപ്പുറത്ത് ഞാൻ നടത്തുന്ന ഖുർആൻ ക്ലാസ്, നിങ്ങളുള്ള ഒരു സാഹിബിനോട് ഞാൻ പറഞ്ഞു, പൊന്നാനിക്കാരോടൊക്കെ അത് പറഞ്ഞാൽ അവർ വരണമെങ്കിൽ വന്നോട്ടെ. അവിടുന്ന് ഇവിടെ എങ്ങനെ വരിക? എല്ലാ ആഴ്ചയിലും 10 മണി മുതൽ 4 മണി. പക്ഷേ ഇതിനേക്കാളും ദൂരത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ജോലിയുള്ളവർ ജോലി നിർത്തിയിട്ട് വരുന്നവരുണ്ട്, കച്ചവടക്കാർ കച്ചവടം നിർത്തിയിട്ട് വരുന്നവരുണ്ട്, പിന്നെ ആരോഗ്യമുള്ള ഒരുപാട് മനുഷ്യന്മാർ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അത് തുടങ്ങാൻ പോവുകയാണ് വൈലത്തൂരിൽ. ഇതേമാതിരി തന്നെ അത് കുറച്ചും കൂടി രാവിലെ 8:30 തുടങ്ങിയിട്ട് ഓരോടുകൂടി പിരിച്ചു വിട്ടു കൊടുക്കുക. 30 മാസം കൊണ്ട് 30 യൂസ് പഠിപ്പിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. സാധാരണക്കാർക്ക് പഠിക്കാൻ സാമാന്യ വിദ്യാഭ്യാസമുള്ളവർക്ക് പഠിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അള്ളാൻ്റെ ഖുർആൻ. അല്ലാതെ അതിനിപ്പോൾ ഫിലോസഫി പിന്നെ കലക്കി കുടിക്കലും പിന്നെ അറബി ഗ്രാമർ എല്ലാം കൂടി പിന്നെ കുടിക്കലും ഒന്നും വേണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ ഖുർആൻ കേൾക്കുമ്പോൾ ഇമാം എന്താ ഓതുന്നത്, എന്താ പറയണതെന്ന് സ്വയം ആലോചിക്കാനുള്ളൊരു ഇൽമുണ്ടല്ലോ, അതൊക്കെ ആർക്കും കഴിയും. ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഓൺലൈനിലുണ്ട്, വിരൽത്തുമ്പിലാണ് നമുക്കിപ്പോൾ. പരിശുദ്ധ ഖുർആനിനെ ഖുർആനായിട്ട് അള്ളാൻ്റെ കിതാബായിട്ടൊന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ മാത്രമല്ല ലോകത്തിൻ്റെ സ്ഥിതി തന്നെ മാറും. അതില്ലാതെ ഖുർആൻ കേവലം ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്നിടത്ത് ഒതുക്കിയത് കൊണ്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ പോലുമുള്ള ദുരന്തങ്ങൾ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എളുപ്പവഴികളും പരിഹാരങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ എയർ കണ്ടീഷൻ ചെയ്ത പള്ളിയിൽ മുന്തിയ കാർപ്പറ്റിൽ ഇരുന്നിട്ട് അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരക്കുക അല്ലേ? അങ്ങനെയൊക്കെ ദ്വാരന്നിട്ട് നമുക്ക് സ്വർഗം കിട്ടിയെന്ന് തന്നെ വെക്കുക. എന്തായിരിക്കുക സ്വർഗത്തിൻ്റെ ഒരു സ്ഥിതി? പോയിരിക്കാനുള്ളത് ആരുടെ ഒപ്പാ? പോയിരിക്കാനുള്ളത് ആരുടെയൊക്കെ ഒപ്പാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. സ്വർഗത്തിൽ ഈ കല്യാണത്തിൽ അല്ലേ അപ്രതീക്ഷിതമായിട്ട് ചിലരെ കണ്ടാൽ നമ്മൾ ചോദിക്കും, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്ന് അല്ലേ? നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിൽ ചെന്നപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു മനുഷ്യൻ അവിടെ. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഏതോ ഒരു കോളേജിൽ ഈ പെൺകുട്ടീനെ മൂപ്പര് പഠിപ്പിച്ചതാണ്, അങ്ങനെ വിളിച്ച് വന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളിങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൽ കൂടി പോകുമ്പോൾ ഇവിടെ ആളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയിരുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ഉള്ള വഷളത്തരം അല്ലേ? എന്ന പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളോട് ചോദിക്കുക, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു നമ്മളോട് ചോദിക്കുക, നിങ്ങളെങ്ങനെ സ്വർഗത്തിലെത്തി? നിങ്ങൾക്കറിയില്ലേ ഞങ്ങളവിടുത്തെ പള്ളി AC ആണെന്ന്, ഞങ്ങളവിടെ മുന്തിയ കാർപ്പറ്റും ഉണ്ടായിരുന്നു, ഞാൻ നിസ്കരിച്ചിട്ട് പിന്നെയും കുറേ നേരം അവിടെ ഇരുന്ന് ദ്വാരക്കലുണ്ടായിരുന്നു, അങ്ങനെ സ്വർഗത്തിലെത്തി. അല്ല നിങ്ങൾ പണിയൊന്നും എടുത്ത് നമുക്കെന്ത് പണി? നമ്മൾ നിസ്കരിച്ച് നോൻപ് പറ്റ് കിട്ടിയേ വാങ്ങാൻ പറ്റും സഹോദരന്മാരെ. ആ സ്വർഗം നമുക്ക് മാനക്കേടായിരിക്കില്ലേ? അങ്ങനത്തെ അവരുടെ കൂട്ടത്തിൽ ഒരു പണിയെടുക്കാതെ കിട്ടിയ സ്വർഗത്തിൽ ചെന്ന് ഇരിക്കാൻ തന്നെ കിട്ടിയാൽ തന്നെ. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് റീതിങ്ക്, പിന്നെ റീബിൽഡ്. എന്തിനെ? നമ്മളെ പുതുക്കിപ്പണിയുക, നമ്മുടെ ഈമാനിനെ പുതുക്കിപ്പണിയുക, അന്തംകെട്ട ചിന്താഗതികളെ ഒഴിവാക്കുക, ഉണരുക. എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇഹലോകത്തും രക്ഷപ്പെടും, പരലോകത്തും രക്ഷപ്പെടും. ഞാൻ പറയണതല്ലല്ലോ, അള്ളാഹു താല പറയണതാണ്. ദുനിയാവ് രക്ഷപ്പെട്ടില്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും. അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞത്. ദുനിയാവ് രക്ഷപ്പെട്ടില്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും. മറിച്ചാണെങ്കിലോ ദുനിയാവ് രക്ഷപ്പെട്ടാലും നമ്മൾ കഷ്ടപ്പെടും. ഇഹലോകത്തും കഷ്ടപ്പെടും, പരലോകത്തും കഷ്ടപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉടപ്പറപ്പുകൾ, ഞങ്ങളുടെ ചോരകൾ, ഞങ്ങളുടെ മക്കൾ, പേരക്കുട്ടികൾ, സഹോദരങ്ങൾ ഒക്കെ മൈഷ്യത്തിന് വേണ്ടി പോയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വളരെ വളരെ ഭീതിജനകമായ വിവരങ്ങളാണ് പടച്ചവനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ എല്ലാ ആപത്തുകളിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ. ഈ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മുത്തഖികളായ, തൻ്റെ ഇടമുള്ളവരായ, ധീരന്മാരായ, കരുത്തന്മാരും കാഴ്ചപ്പാടുള്ളവരുമായ നേതാക്കളെ നൽകി ഈ ഉമ്മത്തിനെ നീ സഹായിക്കണം തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വഅദില്ല അഅദാഅന വഅദാഅക വഅദാഅദ്ദീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.